കഴിഞ്ഞ 3 മാസം കൊണ്ട് ഏതാണ്ട് 1100 വീടുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങി. 1500 നോട്ടീസുകൾ അടിച്ചു. 1100 വീടുകളിൽ ജസ്വിന് ഞങ്ങൾ കയറി ഇറങ്ങി. എൻ്റെ ബന്ധുക്കൾ, ചർച്ചക്കാർ, ദേശനിവാസികൾ, സ്നേഹിതരെ ഒക്കെ വ്യക്തിപരമായി വിളിച്ചതാണ്. അതുപോലെ തന്നെ 65 ചർച്ചുകളിൽ പെന്തക്കോസ്ത വിഭാഗങ്ങളിൽ നോട്ടീസുകൾ കൊണ്ട് കൊടുത്ത് അവരെ ക്ഷണിച്ചതാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറഞ്ഞൊരു 1000 പേരെങ്കിലും കൂടെ ഉള്ളതാണ്. ദൈവത്തിന് ഉള്ളവരെ ദൈവം കൊണ്ടുവന്നു. എൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു വിഷമമില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കർത്താവിൻ്റെ നാമത്തിൽ ആണല്ലോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഒരു മാന്യ സഹോദരി ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ വെച്ച് ഇവിടെ നടന്ന ഒരു യോഗത്തിൽ ഒരു 3 മാസത്തെ കൺവെൻഷൻ ഇവിടെ നടന്നു 93. അന്ന് യേശുവിനെ സ്വീകരിച്ച് അദ്ദേഹം സ്നാനപ്പെട്ടു ആരാധനയ്ക്ക് വന്നു. എന്നാൽ വളരെ ഉപദ്രവം ആ സഹോദരി അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ടും വിശ്വാസം കൂടി നൽകുന്നു. ഇന്ന് ആ സഹോദരി ഇവിടെ വന്നതിൽ കണ്ടപ്പോൾ വലിയ സന്തോഷം. സ്തോത്രം. അവർ മറ്റൊരു പെന്തക്കോസ്ത് വിഭാഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ശബ്ദ സത്യത്തെക്കുറിച്ചുള്ള ഈ സുവിശേഷ ഘോഷണം കേൾക്കുവാൻ ആ ഒരു സൗകര്യം വന്നതിൽ എൻ്റെ കൃതി എനിക്ക് വളരെ ആനന്ദമുണ്ടായി. അതുപോലെ എൻ്റെ സുഹൃത്ത് അനിൽ എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. താൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഏഞ്ചൽ വോയിസിനെ ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ആ തീം സോങ് വളരെ അർത്ഥവത്തായ സോങ്ങാണ്. അത് വീണ്ടും വീണ്ടും പാടി കേൾക്കുവാൻ അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനുള്ള സമയമാണ്. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ, നമ്മോട് ഘോഷിക്കുവാൻ എത്തിയിരിക്കുന്നത് പാസ്റ്റർ ജോമോൻ ജോസഫ് ഇടുക്കിയിൽ നിന്നാണ്. അദ്ദേഹം ഇടുക്കി സ്വദേശിയാണ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ അമ്പലക്കരയുടെ പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം വളരെ അതിയായ സന്തോഷം. ഇന്ന് അദ്ദേഹമാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഈ ശുശ്രൂഷയ്ക്കായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയം അദ്ദേഹം ദൈവവചനത്തിൽ നമ്മൾ സംസാരിക്കും. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം അദ്ദേഹത്തിലൂടെ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിനായി കാതോർക്കാം. തുറന്നുള്ള സമയം പാസ്റ്റർ ജോമോൻ ജോസഫ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതും മനോഹരവുമായ ഈ സായം സന്ധ്യയിൽ പ്രത്യേക സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷ യോഗ മഹായോഗത്തിൻ്റെ 2ാമത്തെ രാത്രികാലം എളിവനും ദൈവവചനവും കർത്താവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഈ സഭയുടെ അങ്കണത്തിൽ നിരണം വടക്ക് ദൈവത്തിൻ്റെ സഭയുടെ അങ്കണത്തിൽ വന്ന് നിൽക്കുവാൻ സ്വർഗം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
കഴിഞ്ഞ വർഷവും ഇപ്രകാരം ഒരു സുവിശേഷ യോഗ പരമ്പരയ്ക്ക് ഈ പ്രദേശത്ത് തുടക്കം കുറിക്കുവാനും തുടർന്നുള്ള വർഷങ്ങളിലും അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഭാപ്രസംഗി ഇപ്രകാരം പറഞ്ഞത്, യഹോവ അടിസ്ഥാനം ഇടുന്നു എങ്കിൽ, യഹോവ ഒന്നിന് തുടക്കം കുറിക്കുന്നു എങ്കിൽ അതിന്റെ പണി പൂർത്തീകരിക്കാതെ ആ കരം പിൻവലിക്കുകയില്ല. കാര്യം പിടികെട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രദേശത്തിന്റെ നടുവില് സ്വർഗത്തിലെ ദൈവത്തിന്റെ വിത്ത് വിതപ്പാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വരികിൽ അത് നട്ടു നനച്ചു വളർത്താതെ, അവിടുന്ന് വലിയൊരു കൊയ്ത്ത് ശേഖരം നടത്താതെ ഈ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കത്തില്ല. സർവശക്തനായ ദൈവത്തിന്റെ കരം ഇതിന്റെ പിന്നണിയിൽ നിന്ന് ചലിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതിന് നേതൃത്വമായിരിക്കുന്ന കരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി നിന്നുകൊണ്ട് ഈ പ്രദേശത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുവാൻ, നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് തന്റെ സഭയെ ഒരുക്കുന്നല്ലോ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും എളിവിനെ ഈ രണ്ടാമത്തെ വർഷം പ്രകാരം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുവാൻ ഈ സെക്ഷന്റെ നേതൃത്വം തയ്യാറായതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നെ ക്ഷണിച്ച അഡ്മിനിസ്ട്രേഷനോടുള്ള നന്ദി അറിയിക്കുന്നു. കൂട്ടത്തിൽ തന്നെ ഈ സഭയുടെ ശുശ്രൂഷകനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സോമൻ അവരുകളോടുമുള്ള നന്ദി ഇത്തരത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, ഏതാണ്ട് 100 ദിവസങ്ങളിലായിട്ട് 1000-ലധികം ഭവനങ്ങൾ കയറി ഇറങ്ങി കർത്താവിൻ്റെ സുവിശേഷത്തെ അറിയിക്കുവാൻ നോട്ടീസുകൾ ഇറങ്ങി കൊടുക്കുകയുണ്ടായി. കർത്താവിൻ്റെ വചനം പറയുന്നത്, 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്നിനെ കാണാതെ പോയാൽ ആ കാണാതെ പോയതിനെ തേടി എന്ത് ചെയ്യും? സ്വർഗം വരും എന്ന് പറഞ്ഞാൽ 1000 ഉണ്ട് എന്ന് വരികിലും സ്വർഗത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തേടി ഇറങ്ങി വരുന്നതായി എൻ്റെ ദൈവം. ആമേൻ. ആകയാൽ ഈ നടത്തപ്പെടുന്ന സുവിശേഷ യോഗങ്ങൾ ഒന്നും വൃഥാവാക്കുകയില്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നാം ഒരു ചെറു വിരലെങ്കിലും അനക്കുന്നുണ്ട് എന്ന് വരികയും സ്വർഗം അതിന് പ്രതിഫലം നൽകാതെ പോകുകയില്ല എന്നുള്ള കാര്യം ഈ രാത്രികാലം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാസ്റ്റർ വിശ്വാസത്തിൽ ഓർപ്പിക്കട്ടെ. മുന്നോട്ട് തന്നെ പോകുക. ദൈവം ഈ 14 ദിവസങ്ങൾ കഴിയുമ്പോൾ വലിയൊരു കൊയ്ത്തിന്റെ ശേഖരം ഒരുക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടി നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. ദൈവമേ ഒരുക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷ ഏഞ്ചൽ വോയിസിന് നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശബ്ദം, വെളിച്ചം, വളരെ മനോഹരമായ പന്തന, ക്രമീകരണമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം വിലപ്പെട്ട ഒരു ദൂതൻ ദേശത്തോട് സംസാരിക്കുവാൻ ഉണ്ട്. കർത്താവ് ഇങ്ങനെ പറയുന്നത്, എനിക്ക് ദേശത്തോട് ഒരു വ്യവഹാരമുണ്ട്, എനിക്ക് ദേശത്തോട് ചില ദൂതുകൾ പങ്കുവെക്കുവാനുണ്ട്. ആകെ നമുക്ക് ഒരുമിച്ച് ഈ രാത്രികാല ശുശ്രൂഷയിലായിരിക്കാം. ഒന്നിച്ച് നാം നിൽക്കുന്നു എങ്കിൽ, ഒന്നിച്ച് നാം പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ഒരുമിച്ച് ഐക്യപ്പെട്ട് ഒരു ഹൃദയത്തോടെ ദൈവസന്നിധി നിൽക്കുന്നുവെങ്കിൽ വലിയ പ്രവർത്തനങ്ങൾ ഈ രാത്രികാലം നടക്കും. ഒന്നിച്ചപ്പോഴാണ് ആർത്തിരമെന്ന ചെങ്കടലിൽ നടുവിൽ കൂടി ഇസ്രായേൽ ജനത്തിന് നടക്കുവാൻ കഴിഞ്ഞത്. ഒന്നിച്ചപ്പോഴാണ് ജെറിക്കോവിന്റെ മതിലുകൾ തകർക്കപ്പെടുവാൻ ഇടയായത്. ഇസ്രായേലിന്റെ ജനം ഒന്നിച്ചപ്പോഴാണ് ഹായ് എന്ന് പറയുന്ന പട്ടണത്തെ കീഴടക്കുവാൻ ഇടയായത്. അത് അപ്പോസ്തലനായ പൗലോസും സീലാസും ഒരുമനപ്പെട്ടപ്പോഴാണ് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു ഹൃദയത്തോടെ ഒരുമനപ്പെട്ട പ്രാർത്ഥനയുടെ ശബ്ദത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ രാത്രി ദൈവം പ്രവർത്തിക്കേണ്ട രാത്രി ആയിരിക്കട്ടെ. ദൈവം ഇടപെടുന്ന രാത്രിയായി തീരട്ടെ. ദേശത്തിന് മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ വെളിച്ചത്തിന് നാഥൻ ഇറങ്ങി വന്നുകൊണ്ട് ഓടിച്ചുവിടുന്ന ഒരു രാത്രിയായി തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ഒരുക്കപ്പെട്ട ആത്മാവിൽ ഏകാഗ്രത നിറഞ്ഞ മനസ്സോടെ നമുക്ക് ദൈവസ്ഥാനത്തിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ രാത്രികാലത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിക്ക് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിലെ 10-ാമത്തെ വാക്യവും കൂടെ തന്നെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഈ 2 വാക്യങ്ങൾ വളരെ വേഗം ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരുന്നു. മത്തായിയുടെ സുവിശേഷം 21-10, മത്തായിയുടെ സുവിശേഷം 16-13. ആമേൻ. സ്തോത്രം. മത്തായി 16-13 കൂടെ. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു
എന്ന് ചോദിച്ചു. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അടിയങ്ങളെ സ്നേഹിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടത് മനോഹരമായ നല്ല രാത്രികാലത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇപ്രകാരം അമ്മ വിരിച്ചൊരുക്കിയ പന്തലിന്റെ കീഴിലാണ് കർത്താവിന്റെ വചനത്തെ ശ്രദ്ധിപ്പാൻ തക്കവണ്ണം, ശ്രവിപ്പാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത്, നൽകിയ നല്ല അനുഭവത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. വചനമാകുന്ന അപ്പത്തെ എൻ്റെ അപ്പന്റെ കരങ്ങളിലേക്ക് തരുന്നു നാഥാം. അവിടുന്ന് മുറിവേറ്റ കരങ്ങൾ കൊണ്ട് ഇന്ന് വാഴ്ത്തി വിളമ്പി തരണമേ. ദേശത്തോട് സ്വർഗം ഈ രാത്രികാലം ഇടപെടണമേ. ഈ വചനമാകുന്ന അപ്പം ഞങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ബലത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക്, സിയോനിലേക്ക് ഓടുവാനുള്ള ദൈവകൃപ ഉയരത്തിന് വചനത്താൽ പകർന്നു തരിക. നന്ദിയോടെ സ്തോത്രം. വചനം കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഓരോരുത്തരെ കരങ്ങളിലേക്ക് തരുന്നു. വചനം കേൾക്കുന്ന ഹൃദയങ്ങളെ കരങ്ങളിലേക്ക് തരുന്നു. അവർ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് എളിവനറിയുന്നില്ല. എന്നിരുന്നാലും പരിശുദ്ധാത്മാവ് അറിയുക. നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തി ജീവിതങ്ങളോട് സംസാരിക്കുക. നന്ദിയോടെ സ്തോത്രം. മാനസാന്തരത്തിന് വേണ്ടി, ജീവന്റെ പുതുക്കത്തിനായി, നിത്യതയ്ക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുന്ന ഒരു രാത്രികാലമാകിയ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഈ രാത്രികാല ദേശത്തിന്റെ നടുവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അടിയങ്ങൾ ഐക്യമത്യപ്പെട്ട്, ഒരുമനപ്പെട്ട്, ഒരു ഹൃദയത്തോടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേ. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരിക. സ്തോത്രം. എന്റെ നാമത്തിൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിന്റെ ജനം സേനാ ദിവസത്തിങ്കൾ നിനക്ക് യാഗമായിരിക്കുമെന്ന് അരുളി ചെയ്തതുപോലെ ഇന്ന് രാത്രികാലം ദേശത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന രാത്രികാലമാക്കി തീർക്കണമേ. ഇപ്രകാരം ഒരു സുവിശേഷ യോഗ പരമ്പര നടത്തുവാൻ തക്കവണ്ണം സ്വർഗം തന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കിയിരിക്കുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇതിനായിട്ട് പിന്നണിയിലും മുന്നണിയിലും നിന്ന് പ്രവർത്തിച്ച എല്ലാ കരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. കർത്താവ് ഒരുക്കുന്ന പ്രതിഫലത്തിന് വേണ്ടി ഒരുക്കത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുക. നന്ദിയോടെ സ്തോത്രം. ഈ വചനത്തിന് മുൻപാകെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ കരങ്ങളിലേക്ക് തരുന്നു. എളിയവന്റെ ശബ്ദ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സുവിശേഷത്തെ ശ്രവിക്കുന്ന നല്ലവരായ ദേശനിവാസികളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. പലവിധമാവുന്ന ഭാരങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഇന്ന് വചനത്തിലൂടെ സംസാരിക്കുകയാൽ, വചനത്തിലൂടെ വിടുതലയക്കുകയാൽ, വചനത്തിലൂടെ ബന്ധനങ്ങൾ അഴിക്കുകയാൽ, വചനത്തിലൂടെ കെട്ടുകൾ അഴിക്കുകയാൽ, വചനം അതിവേഗത്തിൽ ദേശത്തിന് മേൽ വ്യാപരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. സ്വർഗം അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തുതിക്കുന്നു. മാനവമഹത്വം അങ്ങേക്കുള്ളത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമനപ്പെട്ട് ഒരു ഹൃദയത്തോടെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. കാരണം ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന പാസ്റ്ററുടെ കഴിവിലല്ല, പകരം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കഴിവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ തിരുവെഴുത്ത് 66 പുസ്തകങ്ങളിലായി 1189 അധ്യായങ്ങളിലായും 31,173 വാക്യങ്ങളിലായി അത്യുന്നതനായ ദൈവം മനുഷ്യവർഗത്തിന് നൽകിയിട്ടുള്ള അത്യുന്നതമേറിയ ദാനമാണ് വിശുദ്ധ തിരുവെഴുത്ത്. ഈ തിരുവെഴുത്തിനെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാ പറയുന്നത്. എബ്രായർ 4:12 ഈ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുടെ ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെ സന്ധി മച്ചുകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ആക്കുന്നു. എന്താ പൗലോസ് ഈ വചനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്? കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഹൃദയങ്ങളിലേക്ക് ഈ വചനം അതിവേഗത്തിൽ കടന്നു ചെല്ലുന്നു. കെട്ടുകൾ അഴിയുവാൻ കഴിയാത്ത ഹൃദയങ്ങളിലേക്ക് ഈ വചനം കടന്നു ചെന്ന് കെട്ടുകളെ അഴിക്കുന്നു, ബന്ധനങ്ങളെ അഴിക്കുന്നു. അന്ധകാര ശക്തികളുടെ കീഴിൽ, അന്ധകാരത്തിന്റെ ഇരുളിന്റെ കീഴിൽ അടിമപ്പെട്ട് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെ വചനത്തിലൂടെ സ്വാതന്ത്ര്യമാക്കുന്നു എന്നുള്ള കാര്യം അപ്പോസ്തലനായ പൗലോസ് ഈ വചനത്തിലൂടെ വിളിച്ചു പറയുകയാണ്. തുടർന്ന് ഇങ്ങനെ പറയുന്നു. ഈ വചനം എവിടെയെല്ലാം ഉയർന്നിട്ടുണ്ടോ, ഈ വചനം എവിടെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, ഈ വചനം എവിടെയെല്ലാം സംസാരിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടിട്ടുണ്ട്, അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചിട്ടുണ്ട്. അതായത് തുറന്നോസിന്റെ പാഠശാലയിൽ അപ്പോസ്തലനായ പൗലോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ ആമേൻ ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുകയും എഫെസോസ് പട്ടണത്തെ അടക്കിവാണ് ആർത്തമിസ്
ദേവിയുടെ ശക്തിയെ പിടിച്ചു കെട്ടുവാൻ തക്ക വിധത്തിൽ ദൈവത്തിന്റെ വചനം അവിടെ പ്രവർത്തിക്കുകയും 50,000-ലധികം വില വരുന്ന മന്ത്രത്തകിടുകളെ തീയിലിട്ട് ചുട്ടരിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന് വ്യാപാരമുള്ള കരം വചനത്തിലൂടെ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് പത്രോസും പറയുന്നു, ഞങ്ങൾ 120 പേർ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. പത്രോസാകുന്ന ഞാൻ കർത്താവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്നും വചനം സംസാരിച്ചു. ഏതാണ്ട് 5000-ലധികം പുരുഷാരത്തെ മാനസാന്തരത്തിലേക്ക് നടത്തി. കാരണം വചനം അത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. മാത്രമല്ല മതിലിന്റെ അരികെ നിന്നുകൊണ്ട് ദൈവവചനം കേട്ട ലൂദിയയുടെ ഹൃദയത്തിലേക്ക് തുറക്കപ്പെടുവാൻ തക്ക വിധത്തിൽ വചനം അതിന്റെ ശക്തി വ്യാപരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, വഴിയരികിലും മതിനരികിലും വീടിനകത്തും പുറത്തും നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ രാത്രികാലം ലൂദിയയുടെ ഹൃദയം തുറന്നതുപോലെ വചനം വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം വചനം എവിടെയെല്ലാം ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചിട്ടുണ്ട്. എന്താ കാരണം? അതിന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർ 1:1 പറയുന്നു, ഈ വചനം ഉളവായത് മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, ക്രിസ്തുവിനാലും ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവത്തിൽ നിന്നും അത്രേ ഉളവായത് മനസ്സിലാക്കുന്നു. അതായത് അപ്പോസ്തലനായ പൗലോസ് ഈ തിരുവെഴുത്തിനെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്, ഇത് മനുഷ്യരിൽ നിന്ന് ഉത്ഭവിച്ചതല്ല, ഇത് മനുഷ്യരിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല, ഇത് മനുഷ്യരുടെ താല്പര്യത്തിനനുസരിച്ച് രൂപപ്പെട്ടതല്ല, മറിച്ച് ക്രിസ്തുവിനാലും ക്രിസ്തുവിനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവത്തിൽ നിന്നും അത്ര ഉളവായത്. അതായത് ഈ തിരുവെഴുത്തിന്റെ ഉടയവൻ, ഈ തിരുവെഴുത്തിന്റെ ഉടമസ്ഥൻ മണ്ണിലുള്ളവനല്ല വിണ്ണിലുള്ളവനെന്ന് ഈ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആമേൻ. ഈ വചനം എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചല്ലോ. മാത്രമല്ല ദുഷ്ടനെ ശിഷ്ടനാക്കുന്നതാണ് ഈ തിരുവചനം. നരഭോജിയെ നരസ്നേഹിയാക്കി തീർക്കുന്നതാ ഈ തിരുവചനം. ദുർമാർഗിയെ സന്മാർഗിയാക്കി മാറ്റുന്നതാ ഈ തിരുവചനം. കഠിന ഹൃദയം ഉള്ളവനെ മെഴുക പോലെ ഉരുക്കിയെടുക്കുന്നതാ ഈ തിരുവചനം. ഈ വചനം അതിവേഗത്തിൽ ചലിപ്പിക്കുന്ന പാറയാം, അതിവേഗത്തിൽ ചലിക്കുന്ന തീയാം, അതിവേഗത്തിൽ തകർക്കുന്ന ചുറ്റികയാം. ഈ വചനത്തിന് മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം, നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രികാലം നാം വായിച്ച ഭാഗം ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 21:10 ഇവൻ ജെറുസലേമിന്റെ നഗര വീഥികളെ ഇളക്കി മറിച്ചുകൊണ്ട് നഗരം വിരിച്ചൊരുക്കിയ പട്ടണത്തിന്റെ തെരുവോരങ്ങളിലൂടെ ആർത്തിരമ്പുന്ന പുരുഷാരത്തിന്റെ നടുവിലും ദാവീദിന്റെ പുത്രൻ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നുള്ള ജനത്തിന്റെ ആരവാരത്തിലൂടെ നടന്നു കയറി വരുന്ന യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യഹൂദാ പുരോഹിതന്മാർ, യഹൂദാ ശാസ്ത്രിമാർ, യഹൂദാ പരീശന്മാർ വന്നുകൂടിയ വലിയ ജനസമൂഹം, കൂട്ടം കൂടിയ വലിയ ജനസമൂഹം ചോദിച്ചൊരു ചോദ്യം, ഇവൻ കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ഭൂജാതനായ നാൾ മുതൽ ഗോൽഗോഥയിൽ തലയോടിടുമെന്ന് പറയുന്ന പ്രദേശത്ത് കാൽവറിയുടെ ക്രൂശിലേക്ക് നടന്നു കയറിയ നാൾ വരെ ചോദിക്കപ്പെട്ട ചോദ്യം, ഇവൻ ഉത്തരങ്ങൾ പലതാ. ശാസ്ത്രിമാർ, പരീശന്മാർ പലരും ചോദിച്ചു, ഇവനാ? ചോദ്യത്തിന് മുന്നിലൊക്കെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവർത്തികളുടെയും മുന്നിൽ മനുഷ്യന് അസാധ്യമെന്ന് തോന്നിയ, മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്ത വൻ കാര്യങ്ങൾ കണ്ണാല് കണ്ടപ്പോൾ, വൻ കാര്യങ്ങൾ കണ്ണാല് കേട്ടപ്പോൾ അവർ ചോദിച്ചു, ഇവനാർ? ആദ്യമായി ചോദിച്ച ചോദ്യം റോമാ സാമ്രാജ്യത്തിന് ഉടയവൻ ഹെരോദ രാജാവ് ചോദിക്കുക, ഇവൻ ആർ? കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ റോമന്റെ അന്തപുരത്തിൽ ചെന്നുകൊണ്ട് ഹെരോദ രാജാവിനോട് ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ബാല്യത്തിൽ ബാലന്റെ ഉപദേശത്തിൽ വിസ്മയപ്പുണ്ട യഹൂദ ശാസ്ത്രിമാർ ചോദിച്ചു, ഇവൻ ആർ? വീണ്ടും പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായി സ്വർഗം മണ്ണിലേക്ക് ഇറങ്ങി വന്ന പാപികളോട് കൂടെ പന്തിയിലിരുന്നപ്പോൾ കണ്ടുനിന്ന പരീശന്മാർ ചോദിച്ചു, ഇവൻ ആർ? കല്ലറകളെ തകർത്തുകൊണ്ട് ലാസറിനെ ഉയർപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു, ഇവൻ ആർ? അധികാരമുള്ള വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ പുരോഹിതന്മാർ ചോദിച്ചു, ഇവൻ ആർ? ന്യായപ്രമാണത്തെ അരച്ചു കലക്കി പഠിച്ചു കുടിച്ച് മനഃപ്പാടമാക്കിയ പ്രമാണിമാരുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രമാണിമാർ ചോദിച്ചു, ഇവൻ ആർ? ഭക്തി നിമിത്ത ദൈവസന്നിധിയിൽ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞ പരീശന്മാരുടെ കപടഭക്തിയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചോദിച്ചു, ഇവർ ആർ?
അതായത് അധികാരമുള്ള വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ, അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ചപ്പോൾ, ആമേൻ, ശത്രുക്കൾ, ഇരുളിന്റെ ശക്തികൾ, ഇരുളിന്റെ അന്ധകാര ശക്തികൾ അലറി വിളിച്ചു വിട്ടു പോയപ്പോൾ കണ്ടവർ കേട്ടവർ ഒക്കെ ചോദിച്ചു, ഇവനാ? സന്തത സഹചാരികളായ ശിഷ്യന്മാർ അലറിയടുക്കുന്ന സമുദ്രത്തെ ശാന്തമാക്കിയപ്പോഴും, അലറിയടിച്ച കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയപ്പോഴും ചോദിച്ചു, ഇവനാരാണ്? വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആദാമിനോട് ചോദിക്കാം, ആദാമേ, ഇവനാ? സ്വർഗം എങ്ങനെയാ വെളിപ്പെടുത്തിയിരിക്കുന്നത്? സ്ത്രീയുടെ സന്തതിയായി ജഡത്തിൽ വെളിപ്പെടുവാൻ പോകുന്നവൻ, ആദിജാതൻ. നോക്കയോട് ചോദിക്കാം, നോക്കേ, ഇവനാ? എന്റെ വീണ്ടെടുപ്പുകാരനാണ് അവൻ. മോശയോട് ചോദിക്കാം, മോശേ, ഇവനാ? മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടവനാണ് അവൻ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ചോദിക്കാം, ലോക ചരിത്രത്തോട് വന്നുകൂടിയ ജനസമൂഹത്തോട് ഈ വചനത്തിന് മുൻപാകെ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഇവനാ? വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരുന്ന പഠിക്കുന്നുവെങ്കിൽ, പരിശോധിക്കുന്നുവെങ്കിൽ ഇപ്രകാരമാണ് യേശു ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാട് നമുക്ക് നടത്തുന്നത്. അതായത് പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായി വീണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവും ലോകത്തിലൂടെയവനും കാലത്തിന് നട്ടലും ചരിത്രത്തിന് നാഴികക്കല്ലുമായവൻ, കാലാധീനതയിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഇറങ്ങി ചരിത്രത്തിലൂടെ പ്രവചനത്തിലേക്ക് വന്ന, പ്രവചനത്തിലൂടെ ലോകത്തിലേക്ക് മാനവകുല ജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരകനായി രക്ഷകനായി പിറന്ന മനുഷ്യപുത്രനാണവൻ യേശു. ഈ യേശു ആരാണ്? ലോക ചരിത്രത്തെ തിരുത്തി എഴുതിക്കൊണ്ടും കാലത്തിന്റെ ചക്രത്തെ ഏടിയെന്നും വീശിയെന്നും തിരിച്ചുകൊണ്ടും കാലത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് മാനവരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷവുമായി മനുഷ്യകുലത്തിന്റെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നവൻ, ലോകത്തിൽ വാഴുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ അധികാരം എടുക്കുവാനും വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽവറിയുടെ ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ പരസ്യ ജയോത്സവം കൊണ്ടാടുവാനും പാപത്തിന്റെ അടിമച്ചന്തയിൽ ദാസ്യവൃത്തം ചെയ്യുന്ന സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ദൈവരാജ്യത്തിന്റെ ഉടമയാക്കേണ്ടതിന് പിതാവാം ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരുക്കിയ അറുക്കപ്പെടാനുള്ള ദൈവ കുഞ്ഞാടനവൻ. ആരാണ് ഈ കുഞ്ഞാട്? ഈ കുഞ്ഞാടോ രക്ഷയുടെ സന്ദേശവുമായി സുവിശേഷത്തിന് നല്ല വാർത്തയുമായി ജെറുസലേമിൽ നിന്നും 70 മൈൽ അകലെ ദൂരെ ഫിലിപ്പിന്റെ കൈസറയിൽ വന്നു നിന്നുകൊണ്ട് ഈ പ്രകാരം ചോദിക്കുക, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, ആമേൻ. ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ പ്രവാചകന്മാർ, ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ, ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാർ, സകലരും പ്രവചിക്കപ്പെട്ട, സകലരും പ്രവചിച്ച, സകലരും കണ്ണാലെ കാണുവാൻ ആഗ്രഹിച്ച, പല കണ്ണുകൾ കണ്ണാലെ കണ്ട സ്വർഗസ്ഥന കർത്താവ് ആരാണ്? അവൻ മനുഷ്യപുത്രനാണെന്ന് വെളിപ്പെടുത്തുന്നു. അവൻ ആരാണ്? ലോകത്തിന്റെ രക്ഷിതാവാണെന്ന് വെളിപ്പെടുത്തുന്നു. അവൻ ആരാണ്? അന്ധകാര ശക്തികളുടെ മേൽ ജയം പ്രാപിച്ചവനെന്ന് വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കാം, അങ്ങ് ആരാണ്? അങ്ങ് തന്നെ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. അങ്ങ് തന്നെ ഇപ്രകാരം പറഞ്ഞു, ഞാൻ മരണത്തെ ജയിച്ചവനാണ്. അങ്ങ് തന്നെ ഇപ്രകാരം പറഞ്ഞു, ഞാൻ സ്വർഗത്തെ ജയിച്ചവനാണ്. അതെ, കർത്താവായ യേശു ക്രിസ്തു പ്രകാരമാണ് പറയുണ്ടായത്, ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവൻ ഒരുവൻ മാത്രം, അതിന്റെ നസ്രനായ യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് മരണത്തെ ജയിച്ചവനാണ്. ഇപ്രകാരമാണ് വെളിപ്പാടുകാരൻ യോഹന്നാൻ പറയുന്നത്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ആമേ, ഞാൻ മരണത്തെ ജയിച്ചവനാണ്. തുടർന്ന് വെളിപ്പാടുകാരൻ 4 ചെല്ലുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവൻ സ്വർഗത്തെ ജയിച്ചവനാണ്. മുദ്രകൾ പൊട്ടിപ്പാൻ ആരാണ് യോഗ്യനെന്ന് നോക്കിയപ്പോൾ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, രാജാതി രാജാവായി ആരാധനയ്ക്ക് യോഗ്യനായി, മഹത്വത്തിന് പുകഴ്ചയ്ക്ക് യോഗ്യനായി 24 മൂപ്പന്മാർ ഒരുപോലെ തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ ഇട്ടുകൊണ്ട് അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ, സ്വർഗത്തെ ജയിച്ചവനെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ എന്റെ കർത്താവ് ലോകത്തെ ജയിച്ചവനാ, മരണത്തെ ജയിച്ചവനാ. ആമേൻ. എന്റെ കർത്താവ് സ്വർഗത്തെയും ജയിച്ചവനാ. ആ യേശു ക്രിസ്തു ഇപ്രകാരം വന്നിട്ട് ചോദിക്കുക, ജനങ്ങൾ മനുഷ്യപുത്രനെ എന്ന് പറയുന്നു. നോക്കിയാട്ടെ, ജെറുസലേമിൽ നിന്നും 70 മൈൽ അകലെ ഫിലിപ്പിന്റെ കൈസറയിൽ വന്നു നിന്നുകൊണ്ട് കർത്താവ് ഇപ്രകാരം പ്രഖ്യാപിക്കുന്നത്, മനുഷ്യപുത്രൻ വന്നുകൂടിയ തന്നെ അനുഗമിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ വലിയൊരു സന്ദേശവുമായിട്ടാണ് കടന്നു വന്നത്.
ദൂതന്മാർ വിളിച്ചു പറഞ്ഞ സന്ദേശം ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. എന്താണ് സന്തോഷം? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്ന യേശു ക്രിസ്തു ദാവീദിന്റെ പട്ടണത്തിൽ കടന്നു വന്നുകൊണ്ട് ലോകത്തോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞ ഒരു സുവിശേഷം: കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഫിലിപ്പിന്റെ കൈസരയിൽ കടന്നു വന്ന യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാ: അമേ, കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഇന്നലെ രാത്രിയിൽ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത ഈ നിരണം പ്രദേശത്തേക്ക് സ്വർഗ്ഗം ഇറങ്ങി വന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്നുകൊണ്ട് കർത്താവിന്റെ ദാസന്മാർ മുഖാന്തരം ഈ പ്രകാരം വിളിച്ചു പറയുക: കാലം തികഞ്ഞിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സ്തോത്രം. എന്താണ് ഈ സുവിശേഷം വീണ്ടും വിളിച്ചു പറയുന്നത്? പാപത്തിന്റെയും മരണത്തിന്റെയും ശാപത്തിന്റെയും അടിമത്തത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാനുള്ള പിതാവായ ദൈവത്തിന്റെ അഗോചരമായ പദ്ധതികളാണ് ഈ സുവിശേഷം വെളിപ്പെടുത്തുന്നത്. എന്താണ് ഈ സുവിശേഷം വെളിപ്പെടുത്തുന്നത്? പാപത്തിന്റെ അടിമച്ചന്തയിൽ ദാസ്യവൃത്തം ചെയ്യുന്ന സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ ദൈവരാജ്യത്തിന് ഉടമയാക്കേണ്ടതിന് വേണ്ടി സ്വർഗമൊരുക്കിയ രക്ഷാ പദ്ധതിയുടെ ഭാഗമാണ് ഈ സുവിശേഷം വെളിപ്പെടുത്തുന്നത്. ഈ സുവിശേഷം മാനസാന്തരത്തിന്റെ സുവിശേഷമാണ്. ഈ സുവിശേഷം കൃപയുടെ സുവിശേഷമാണ്. ഈ സുവിശേഷം വീണ്ടെടുപ്പിന്റെ സുവിശേഷമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത്: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചോദ്യം: ഇത്രമാത്രം ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ എന്താ ഉള്ളത്? ക്രിസ്തുവിനെ ഇത്രമാത്രം പ്രസംഗിക്കുവാൻ എന്താ ഉള്ളത്? ഉള്ളതേ ഉള്ളൂ. വിശുദ്ധ തിരുവെഴുത്തെടുത്ത് പരിശോധിച്ചാൽ, ഉൽപ്പത്തിയുടെ ആദ്യ താളിൽ ആദ്യ വാക്യമെടുത്ത് പരിശോധിച്ചാൽ, വെളിപ്പാടിന്റെ അവസാന വാക്യത്തിൽ അവസാന വാക്കെടുത്ത് പരിശോധിച്ചാൽ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനേ ഉള്ളൂ. ലോക ചരിത്രം ഉണ്ടായ കാലം മുതൽക്ക്, പ്രവാചകന്മാർ എഴുന്നേറ്റ നാൾ മുതൽക്ക്, ചരിത്രം ഉണ്ടായ കാലം മുതൽക്ക്, അപ്പോസ്തലന്മാർ ഉണ്ടായ കാലം മുതൽക്ക്, രാജാക്കന്മാർ വാണ കാലം മുതൽക്ക്, ദൈവഭക്തന്മാർ ഉണ്ടായ കാലം മുതൽക്ക്, ദൈവത്തിന്റെ ദാസന്മാർ എഴുന്നേറ്റ കാലം മുതൽക്ക് പ്രവചിച്ചിരിക്കുന്ന ഒരുവനേ ഉള്ളൂ. അതിന്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. പ്രവചനങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് യേശു ക്രിസ്തുവിലേക്കാണ്. ചരിത്രമെല്ലാം വിരൽ ചൂണ്ടുന്നത് യേശു ക്രിസ്തുവിലേക്കാണ്. ലോക സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് യേശു വേശുക്രിസ്തുവിലേക്ക് ന്യായപ്രമാണം വിരൽ ചൂണ്ടുന്നത്, യേശുക്രിസ്തുവിലേക്ക് കൽപ്പനകൾ വിരൽ ചൂണ്ടുന്നത്, യേശുക്രിസ്തുവിലേക്ക് ചുരുക്കി പറഞ്ഞാൽ വേദപുസ്തകം ആകമാനം വിരൽ ചൂണ്ടുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാ. സ്തോത്രം. അതെ, ഈ സുവിശേഷം മാനവ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പാപബോധവും കുറ്റബോധവും നൽകി മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ് ഈ സുവിശേഷം. ആയതുകൊണ്ട് തന്നെ ദേശത്തോട് പറയുവാൻ ഒരു സന്തോഷ വാർത്ത. ഇത് രക്ഷയുടെ സന്ദേശമാണ്, ഇത് രക്ഷയുടെ സന്തോഷമാണ്, ഇത് രക്ഷയുടെ വിടുതലാണ്. ഇത് മതപരിവർത്തനമല്ല, ഇത് മനപരിവർത്തനമാണ്. ഒന്നും കൂടെ എടുത്ത് പറയട്ടെ, ഇത് മതപരിവർത്തനമല്ല, ഇത് മനപരിവർത്തനമാണ്. ഏത് വിധത്തിലാ മനപരിവർത്തനമാക്കുന്നത്? നേരത്തെ കൂട്ടി പറഞ്ഞതുപോലെ ദുഷ്ടനായ മനുഷ്യനെ ശിഷ്ടനാക്കി തീർക്കുന്ന മനപരിവർത്തനമാണ് ഈ സുവിശേഷം. സ്തോത്രം. നരഭോജിയായ മനുഷ്യനെ നരസ്നേഹിയാക്കി തീർക്കുന്നതായി സുവിശേഷം. നരഭോജിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, നരഭോജിയാകുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ജഡീക സ്വഭാവങ്ങളെ, മറ്റു മനുഷ്യരുടെ ജീവിതങ്ങളെ തകർക്കുന്നുവെങ്കിൽ അസൂയ, കോപം, ക്രോധം, ശാഠ്യം, പക, പിണക്കം, മത്സരം എന്നിത്യാദി സ്വഭാവങ്ങൾ കൊണ്ട് മനുഷ്യൻ ഇന്ന് നരഭോജിയായി കൊണ്ടിരിക്കുന്നു. ആ നരഭോജിയായ മനുഷ്യനെ നരസ്നേഹിയാക്കി മാറ്റുന്ന, അതായത് ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന, ശത്രുക്കൾക്കും തിന്മാൻ കൊടുക്കുവാൻ പഠിപ്പിക്കുന്ന, ശത്രുക്കൾക്കും ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുവാൻ പഠിപ്പിക്കുന്ന, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന സുവിശേഷം. സ്തോത്രം. ഈ സുവിശേഷം ദുർമാർഗിയെ സന്മാർഗിയാക്കി മാറ്റുന്നത്. ഈ സുവിശേഷം കല്ലായി നിൽക്കുന്ന ഹൃദയങ്ങളെ ചുറ്റിക കൊണ്ട് പോലും അടിച്ചാൽ മെരുങ്ങാത്ത ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ഒരുക്കുവാൻ തക്ക വിധത്തിൽ വചനത്തിന്റെ സുവിശേഷത്തിന്റെ കരുത്ത് ചുറ്റിക കൊണ്ട് ഇടിച്ചു വെട്ടുന്നതായി ഈ സുവിശേഷം. ഈ സുവിശേഷവുമായിട്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. സുവിശേഷം എവിടെയെല്ലാം ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം മാനസാന്തരത്തിന്റെ വലിയ വിത്തുകൾ വിതറിയിട്ടുണ്ട്. സുവിശേഷം എവിടെയെല്ലാം ഉയർന്നിട്ടുണ്ടോ അവിടെ
സമാധാനം കടന്നു വന്നിട്ടുണ്ട്. സുവിശേഷം എവിടെയെല്ലാം ഉയർന്നിട്ടുണ്ടോ അവിടെ സമൃദ്ധിയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എവിടെയെല്ലാം സുവിശേഷം ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം നല്ല കാലങ്ങൾ, നല്ല അനുഭവങ്ങൾ, നല്ല അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തെ വെറുക്കരുത്, സുവിശേഷകരെ വെറുക്കരുത്. കാരണം ഈ സുവിശേഷകർ എവിടെയൊക്കെ അമർച്ച ചെയ്യപ്പെടുന്നോ, ഈ സുവിശേഷം എവിടെയെല്ലാം അമർത്തപ്പെടുന്നോ അവിടെയെല്ലാം കൊള്ളരുതായ്മകൾ വർദ്ധിക്കുന്നു, അവിടെയെല്ലാം മ്ലേച്ഛതകൾ വർദ്ധിക്കുന്നു, അവിടെയെല്ലാം പാപം പുകക്കുഴ പോലെ, പുകച്ചുഴി പോലെ ഉയരത്തിലേക്ക് പൊങ്ങുന്നു. സുവിശേഷം എവിടെയെല്ലാം ഉയരുന്നോ, സുവിശേഷം എവിടെയെല്ലാം ഉയർത്തപ്പെടുന്നോ അവിടെയെല്ലാം പാപത്തിന്റെ കാഠിന്യതയെ കുറയ്ക്കുന്നു. നോക്കിയാട്ടെ, ഇതാണ് സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തു എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം നല്ല വാർത്തകളാണ്. സ്തോത്രം. അതുകൊണ്ടാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനം 2 അധ്യായത്തിന്റെ 8 വാക്യത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് തന്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു സുവിശേഷം. സ്തോത്രം. അപ്പോൾ ആ സുവിശേഷവുമായിട്ടാണ് ഇന്ന് രാത്രികാലം നാം കടന്നു വന്നിരിക്കുന്നത്. ഈ സുവിശേഷം ഫിലിപ്പിന്റെ കൈസരയിൽ വന്ന് നിൽക്കുകയാണ്. ഫിലിപ്പിന്റെ കൈസരയിൽ വന്ന് നിൽക്കുമ്പോൾ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? ശ്രദ്ധിച്ചു വേണം. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങയെക്കുറിച്ച് ഈ അനുഗമിക്കുന്ന ജനത്തിന് പല കാഴ്ചപ്പാടുകളാണ്. ചിലർ അങ്ങ് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, വേറെ ചിലരാകട്ടെ ഏലിയാവെന്ന് പറയുന്നു, മറ്റു ചിലരാകട്ടെ പ്രവാചകന്മാരിൽ ഒരുവന് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് സന്തത സഹചാരികളായ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 16:16. മത്തായി 16:16. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ബെറിയോന ശിമോൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. നോക്കിയാട്ടെ, തന്നെ അനുഗമിക്കുന്ന ആ വലിയ സമൂഹത്തെ നമുക്ക് മൂന്നായിട്ടൊന്ന് തിരിക്കാം. ആ ജനസമൂഹം, ഒന്ന് പുരോഹിത കുലം ഉണ്ടായിരുന്നു യേശുവിനെ അനുഗമിക്കുന്നതിൽ. 2 ശാസ്ത്രി കുലങ്ങൾ ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ. 3 പരീശ സമൂഹവും ഉണ്ടായിരുന്നു യേശുവിനെ അനുഗമിക്കുന്നതിൽ. പുരോഹിതന്മാരും യേശുവിനെ അനുഗമിച്ചു, പരീശന്മാരും യേശുവിനെ അനുഗമിച്ചു, ന്യായശാസ്ത്രിമാരും യേശുവിനെ അനുഗമിച്ചു. എന്താ പുരോഹിതന്മാരുടെ പ്രത്യേകത? ദൈവത്തിന് മനുഷ്യർക്ക് മധ്യേ ഇടനില നിൽക്കുന്ന വ്യക്തികൾ. ദൈവം ഞങ്ങളിലൂടെ അല്ലാതെ മറ്റാരിലൂടെ സംസാരിക്കില്ല എന്ന ഹൃദയ വിചാരത്തിലൂടെ നടന്ന ഒരു സമൂഹമാണ് പുരോഹിത സമൂഹം. കൂടെ ന്യായശാസ്ത്രിമാരുടെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ന്യായ പ്രമാണത്തെ അരച്ച് കലക്കി പഠിച്ചു കുടിച്ച് മനഃപ്പാടമാക്കിയവർ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തെ എവിടെ നിന്നുകൊണ്ട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുവാൻ കഴിയുന്ന ചില വ്യക്തികൾ, ഒരു സമൂഹം. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു എപ്പോൾ വരുമെന്നും എങ്ങനെ വരുമെന്നും എവിടെ വരുമെന്നും അവരോട് ചോദിച്ചാൽ അവർക്കറിയാം. ന്യായശാസ്ത്രിമാരും ഉണ്ടായിരുന്നു, കൂടെ തന്നെ പരീശന്മാരും ഉണ്ടായിരുന്നു. ആഴ്ചയ്ക്ക് 7 ദിവസമുണ്ടെങ്കിൽ പകുതി മുക്കാൽ ദിവസം ഉപവസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കിട്ടുന്നതിനൊക്കെയും ദശാംശം കൊടുത്തുകൊണ്ടും ദൈവത്തിന്റെ ആലയത്തോട് ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തന്നെ സമയം ചെലവഴിച്ചുകൊണ്ട് തങ്ങൾ ഭക്തരാണ്, വിശുദ്ധരാണെന്ന് സ്വയം നടിച്ചവർ ഉണ്ടായിരുന്നു. അതായത് പുരോഹിത കുലം, ദൈവത്തിന് മനുഷ്യർക്കും നടുവിൽ നിൽക്കുന്ന കുലമെന്ന് വിചാരിച്ചവർ, ന്യായപ്രമാണത്തെ നന്നായി മനസ്സിലാക്കിയവർ, വിശുദ്ധരെന്ന് സ്വയം അഭിമാനിച്ചുകൊണ്ട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കപടഭക്തിക്കാരെ പോലെ ജീവിച്ച പരീശന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും വെളിപ്പെടുത്തി കൊടുക്കാത്ത, അവർക്കൊന്നും മനസ്സിലാക്കി കൊടുക്കാത്ത, അവർക്കൊന്നും കിട്ടാത്ത ദർശനം, സ്വർഗം സാധാരണക്കാരനായ വിദ്യാഭ്യാസം ഇല്ലാത്തവനായ അറിവില്ലാത്തവനായ ഒരുവന് വെളിപ്പെടുത്തുകയാണ്. ഈ പ്രകാരമാ പറയുന്നത്, ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്.
സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്തത് തന്നെ അനുഗമിച്ച പുരോഹിത കുലത്തിനെല്ലാം യേശു ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്തത് ന്യായപ്രമാണത്തെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയെടുത്ത ന്യായശാസ്ത്രിമാർക്കല്ല. യേശു ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്തത് ഭക്തി കൊണ്ട് നടന്ന പരീക്ഷന്മാർക്കല്ല. യേശു ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്തത് യേശു ക്രിസ്തുവിന്റെ പാദപ്പെടുത്തുകൾ ഇരുന്നു കൊണ്ട് യേശു ആരെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച വാഞ്ചിച്ച വ്യക്തിയായ പത്രോസിനത്രേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം യേശു ക്രിസ്തു ആരെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന, യേശു ക്രിസ്തു ആരെന്ന് ഹൃദയം കൊണ്ട് വെളിപ്പാട് കിട്ടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് രാത്രികാലത്തെ സന്ദേശം. ഒരു കാര്യം കൂടെ പറയാം. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വലിയ സമൂഹം, വലിയൊരു കൂട്ടം യേശു ആരെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ സമീപിച്ചവരാ. എന്നാൽ തന്നെ യേശു ക്രിസ്തു ആരെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ പലരും എന്ത് ചെയ്തിട്ടില്ല, കൂട്ടത്തിൽ അനുഗമിച്ചിട്ടുമില്ല. മനസ്സിലാക്കുന്നു? അതായത് വലിയൊരു കൂട്ടം ആളുകൾ യേശു ആരെന്ന് മനസ്സിലാക്കാതെ അനുഗമിച്ചു. വേറൊരു കൂട്ടർ അറിയാം പക്ഷെ അനുഗമിച്ചിട്ടില്ല. ഉദാഹരണം എടുത്ത് പരിശോധിക്കുന്നുവെങ്കിലും നിക്കോദമോസ് യേശു ക്രിസ്തു ആരെന്നും നന്നായി അറിയാമായിരുന്നു. യോഹന്നാൻ 3:3 കടന്നു ചെന്നാൽ അവിടെ അർദ്ധരാത്രിക്ക് നിക്കോദമോസ് യേശുവിന്റെ അടുക്കൽ കടന്നു വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞത്, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്ന ഉപദേഷ്ടാവെന്ന് ഞാൻ അറിയുന്നു. ദൈവം നിന്നോട് കൂടെ ഇല്ല എന്ന് വരികിൽ ഈ വക പ്രവർത്തികൾ ചെയ്യുവാൻ സാധ്യമല്ല. അപ്പൊ നോക്കിയാട്ടെ, നിക്കോദമോസിന് അറിയാം യേശു ആര് എന്നുള്ള കാര്യം. പക്ഷേ നിക്കോദമോസ് യേശുവിനെ അനുഗമിപ്പാൻ എടുത്തത് അരിമത്യക്കാരൻ വെട്ടിയെടുത്ത കല്ലറയിലേക്ക് യേശുവിനെ എടുക്കുവാൻ കൊണ്ടുപോയപ്പോഴാണ്. സ്തോത്രം. എന്നാൽ നന്നായി മനസ്സിലാക്കി യേശുവിനെ അനുഗമിച്ച പലരും ഉണ്ടായിരുന്നു. അതിലൊരുവനാ പത്രോസ്. നന്നായി അനുഗമിച്ചു, നന്നായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ദർശനമൊക്കെ കിട്ടിയും, പക്ഷെ അനുഗമിച്ചത് അത് തള്ളിപ്പറയാനാണ്. ഇന്ന് സമൂഹത്തിൽ രണ്ട് കൂട്ടരാ. ഒന്നെങ്കിൽ നന്നായി അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം അല്ലെങ്കിൽ മറ്റൊരു നിമിഷത്തിൽ തള്ളിപ്പറയാനായിരിക്കും. അതുമല്ലാന്ന് ഒരിക്കൽ അനുഗമിക്കുന്നില്ലെങ്കിലും ഹൃദയം കൊണ്ട് യേശുവിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം നാം ഏത് കൂട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എപ്പോഴും ദൈവസന്നിധി ഹൃദയം കൊണ്ട് ഉയർന്നു നിൽക്കുവാൻ, എഴുന്നേറ്റ് നിൽക്കുവാൻ സ്വർഗം പ്രാപ്തരാക്കട്ടെ. ഇതിനകത്തൂടെ വേറൊന്നും കൂടെ ഒരു ആലോചന പറയുവാൻ ഞാൻ ആഗ്രഹിക്കാം. നമ്മോടൊക്കെ ഒപ്പം നടക്കുന്നവർ പലരും നമ്മളെ നന്നായി മനസ്സിലാക്കിയവരാണെന്നൊന്നും വിചാരിച്ച് കളയരുത്. ഇനി നന്നായി മനസ്സിലാക്കിയവരാരും തന്നെ നമ്മോടൊപ്പം നടക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തുകൊള്ളുക. അതായത് നമ്മോടൊപ്പം നടക്കുന്നവർ പലരും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും, നമ്മെ നന്നായി മനസ്സിലാക്കിയവരൊന്നും നമ്മോടൊപ്പം നടക്കുന്നില്ലെങ്കിലും, നമ്മളോടൊപ്പം എല്ലായ്പ്പോഴും നടക്കുന്ന ഒരുവനുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എമ്മാവൂസിലേക്ക് നടന്നുപോയ 2 പേരോടൊപ്പം സ്വർഗം നടന്നതുപോലെ ഈ രാത്രികാലം നമ്മോടൊപ്പം സ്വർഗം നടക്കട്ടെ. യേശു ക്രിസ്തു ആര് എന്നുള്ള കാര്യം തിരുവെഴുത്തുകളിലൂടെ, പ്രവചനങ്ങളിലൂടെ വെളിപ്പെടുത്തി തരുന്ന രാത്രികാലമായി തീരട്ടെ. ഇവിടെ അനേകം വലിയൊരു കൂട്ടം സമൂഹം യേശുവിനെ അനുഗമിച്ചു. ആ വലിയൊരു കൂട്ടത്തെ നോക്കിക്കൊണ്ട് അവരെ ഒന്ന് ഭാഗ്യവാൻ എന്ന് വിളിച്ചില്ല, പകരം ശീമോൻ പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഭാഗ്യവാൻ. അങ്ങനെയല്ലേ പറഞ്ഞത്? ബെറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ബെറിയോനാ ശീമോനെ, അങ്ങെന്തുകൊണ്ടാ ഭാഗ്യവാനായിരുന്നത്? അങ്ങയോടൊപ്പം ഏതാണ്ട് 11-ലധികം പേർ ഉണ്ടല്ലോ, അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യ പദവി അങ്ങേക്കെന്താ കിട്ടിയത്? വലിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിൻ്റെ മനുഷ്യൻ ഭാഗ്യവാനെ അന്വേഷിച്ച് നടക്കുന്നതാ കാണുന്നത്. മാർക്കറ്റുകളിലേക്കും മാളുകളിലേക്കും വഴിയോരങ്ങളിലേക്കും തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇന്നത്തെ ഭാഗ്യവാനെ അന്വേഷിക്കുന്ന ലോകത്തെയാണ് കാണുന്നത്. ഇന്നത്തെ ഭാഗ്യവാനെ അന്വേഷിക്കുന്ന മനുഷ്യനെയാണ് കാണുന്നത്. എന്നാൽ വേദപുസ്തകത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നാളത്തെ ഭാഗ്യവാനെ അന്വേഷിക്കുന്നതാണ് വേദപുസ്തകം കാണുന്നത്. അതായത് ഇന്നേക്കുള്ള ജീവിതത്തെ സമർപ്പിക്കുന്നവന് സ്വർഗമൊരുക്കുന്ന ഭാഗ്യകരമേറിയ പ്രത്യാശയെക്കുറിച്ചാണ് തിരുവെഴുത്ത് എന്ത് ചെയ്യുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, തിരുവെഴുത്ത് നമ്മോട് പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാ, പത്രോസിന്റെ ഭാഗ്യത്തിന്റെ കാരണമെന്താ? സ്വന്തമായിട്ട് ഗലീല കടലിൽ വള്ളവും വലയും ഉള്ളതായിരുന്നു പത്രോസിന്റെ ഭാഗ്യത്തിന്റെ കാരണം. സ്വന്തമായിട്ട് പത്രോസിന് ഗലീല കടലിൽ വള്ളവും വടകും വലയും ഉണ്ട്, സ്വന്തമായിട്ട് ജോലിക്കാരുണ്ട്. അതായിരുന്നു പത്രോസിന്റെ ഭാഗ്യത്തിന് കാരണം. അതും പോകട്ടെ, ഈ ഗലീല കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ, എങ്ങനെ, ഏത് ദിശയിൽ വല ഇറക്കിയാൽ മീൻ കിട്ടും എന്നുള്ള ആ കഴിവാണോ പത്രോസിന്റെ ഭാഗ്യത്തിന് കാരണം? അല്ല.
അതായത് ഇന്നത്തെ മനുഷ്യൻ ഭാഗ്യവാനെന്ന് നിർണയിക്കുന്നത് ഒന്നുകിൽ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നത്തെ മനുഷ്യൻ ഒരുവനെ ഭാഗ്യവാനെന്ന് നിർണയിക്കുന്നത് അവന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ കണക്ക് വെച്ചിട്ടാണ്. ഇന്നത്തെ മനുഷ്യൻ ഒരുവനെ ഭാഗ്യവാനെന്ന് നിശ്ചയിക്കുന്നത് അവൻ പിറന്നു വീഴുന്ന കുടുംബത്തിന്റെ സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ടാണ്. ഇന്നത്തെ മനുഷ്യൻ ഒരുവനെ ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് അവന്റെ ചുറ്റുപാടുകളെ, അവന്റെ പരിതസ്ഥിതികളെ മനസ്സിലാക്കി വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗം ഒരുവനെ ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് പരിതസ്ഥിതികളെ നോക്കിയിട്ടല്ല, ചുറ്റുപാടുകളെ നോക്കിയിട്ടല്ല, അവന്റെ സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല, അവൻ എങ്ങനെ ദൈവസന്നിധി നിൽക്കുന്നു എന്നും അവൻ എത്രത്തോളം ദൈവത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിലാണത്രേ. അപ്പോൾ ഇവിടെ പത്രോസിനോടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കൂടെ സഞ്ചരിക്കുന്ന സന്തത സഹചാരികളായ 11 പേര് കൂടെയുണ്ടെങ്കിലും 12-ാമനായി പത്രോസിന് ആ ദർശനം കിട്ടുവാനുണ്ടായതിന് കാരണം സ്വർഗത്തിന് അവൻ ഉപയോഗമുള്ളവനായിരുന്നു. സ്തോത്രം. പത്രോസാണ് യേശുവിനോട് ചോദിച്ചത്, സകലതും വിട്ട് ഞങ്ങൾ അങ്ങേ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? പത്രോസ് ചോദിച്ച ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങേ അനുഗമിച്ചപ്പോ സകലതും വിട്ടു. എന്താ പത്രോസ് അങ്ങ് വിട്ടത്? സമ്പത്ത് കയ്യിലുണ്ടായിരുന്ന എന്റെ സമ്പത്ത് വിട്ടു. അങ്ങേ ഞാൻ അനുഗമിച്ചപ്പോൾ എന്റെ അറിവുകൾ, എന്റെ കഴിവുകൾ ഞാൻ അങ്ങേക്ക് വേണ്ടി വിട്ടു. മാത്രമല്ല എന്റെ പാരമ്പര്യങ്ങൾ ഞാൻ വിട്ടു, എന്റെ ചുറ്റുപാടുകളെ ഞാൻ വിട്ടു, എന്റെ ബന്ധുമിത്രാദികളെ ഞാൻ വിട്ടു, എന്റെ കുടുംബക്കാരെ വിട്ടു. ഞാൻ എല്ലാത്തിനേക്കാളും, എന്റെ കുടുംബത്തെക്കാളും, എന്റെ ചാർച്ചക്കാരെക്കാളും, എന്റെ സ്നേഹിതന്മാരെക്കാളും, എനിക്കുള്ളതിനേക്കാളും ഞാൻ അധികമായി അങ്ങേ സ്നേഹിക്കുന്നു. നോക്കിയാട്ടാ പത്രോസിന്റെ സ്നേഹം. അതുകൊണ്ട് പത്രോസിന്റെ സ്നേഹം സ്വർഗം കണക്കിട്ടത് കൊണ്ടാണ് പത്രോസിന് അത് വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇത് രാത്രിക്കാരൻ വിളിച്ചു പറയട്ടെ, സകലതും വിട്ടുകൊണ്ട് ചുറ്റുപാടിനെ ഭയപ്പെടാതെ, പാരമ്പര്യത്തെ ഭയപ്പെടാതെ, മതങ്ങളെ ഭയപ്പെടാതെ, നമുക്ക് വട്ടം നിൽക്കുന്ന ബന്ധുജനങ്ങളെ ഭയപ്പെടാതെ കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ഹൃദയം കൊണ്ട് നീ തീരുമാനിക്കുന്നു എന്ന് വരികിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഭാഗ്യവാനാ, നീ ഭാഗ്യവാനാ. പത്രോസിനോട് പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നിനക്കൊന്നും കിട്ടിയില്ല എന്ന് വരികിലും, ഈ ലോകത്തിൽ നീ ശ്രേഷ്ഠനല്ല എന്ന് വരികിലും, ഈ ലോകത്തിന് മുമ്പിൽ നീ ഭോഷനായിരുന്നാലും, ഈ ലോകത്തിന് മുമ്പിൽ നീ ബലഹീനനായിരുന്നാലും, ഈ ലോകത്തിന് മുമ്പിൽ നീ അവഗണിക്കപ്പെട്ടവനായിരുന്നാലും, ഈ ലോകത്തിന് മുമ്പിൽ നീ വെറുക്കപ്പെട്ടവനാണെങ്കിലും എന്റെ സന്നിധിയിൽ, എന്റെ ഇടത്ത് നീ ഏറ്റവും ശ്രേഷ്ഠനാണ്, നീ ഏറ്റവും മതിയായവനാണ് എനിക്ക്. അതുകൊണ്ട് പുനരുത്ഥാനത്തിൽ മനുഷ്യപുത്രൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ നീ എന്നോടൊപ്പം കൂടി എന്ത് ചെയ്യും? സിംഹാസനത്തിലിരിക്കും. അതാണ് പത്രോസിന് കിട്ടിയ ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ ഭാഗ്യവാൻ ആരെന്ന് ചോദിച്ചാൽ ഹൃദയം കൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നവനാണ് ഭാഗ്യവാൻ. ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, പുരോഹിതന്മാരെ പോലെ ശരീരം കൊടുക്കുന്നവരെയല്ല ദൈവത്തിന് ആവശ്യം, പരീക്ഷന്മാരെ പോലെ ശരീരം കൊടുക്കുന്നവരെയല്ല ഇവിടെ ദൈവത്തിന് ആവശ്യം, ശാസ്ത്രിമാരെ പോലെ ബുദ്ധിയും തലച്ചോറും യേശുവിന് കൊടുക്കുന്നവനല്ല ആവശ്യം. ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. സ്തോത്രം. അതുകൊണ്ട് നിക്കോദോമസിനോട് പറഞ്ഞത്, ഞാൻ ദൈവപുത്രനാണെന്നുള്ള അറിവ് നിനക്കുണ്ടായിട്ട് കാര്യമില്ല നിക്കോദോമസേ, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ക്രിസ്തു ആകുന്നു എന്നുള്ള അറിവ് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് വരികിൽ നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുകയത്രേ. അപ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ യേശു ക്രിസ്തു ആര് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരികയാണ്. ആമേൻ. പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, ചരിത്രത്തിലെ രാജാക്കന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് രാത്രികാലം യേശു ക്രിസ്തു ആര് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ദേശത്തോട് സ്വർഗം സംസാരിക്കുന്നു. വായിക്കാം ഒരു ഭാഗം വായിച്ചാട്ടെ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:2. കൊളോസ്യർ 1:16, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യം. അവിടെ എങ്ങനെ പറയുന്നു? ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സ്തോത്രം. ഇവിടെ എങ്ങനെയാ പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്ത 2-ാമത്തെ വാക്യം,
അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉണ്ടായി. സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത് അല്ല. സ്തോത്രം. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം അവിടെ എങ്ങനെയാ പറയുന്നത്? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകല അധികാരവും, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരം ആയിരിക്കുന്നു. എന്താണ് യോഹന്നാൻ പറഞ്ഞു വെക്കുന്നത്? എന്താണ് പൗലോസ് പറഞ്ഞു വെക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു ആരാ? അവൻ സൃഷ്ടാവായ ദൈവമാണ്. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് യോഹന്നാൻ വിളിച്ചു പറയുന്നത്, അവൻ സകലവും ഉളവാക്കിയതൊന്നും അവനെ കൂടാതെ ഉളവായത് അല്ല. അങ്ങനെയാണെങ്കിൽ ഉളവായത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് അല്പം കൂടെ ആഴത്തിൽ വെളിപ്പെടുത്തുകയാണ്. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം ഉളവായി, അവനായിട്ടുളവായി. സ്തോത്രം. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സർവത്തിനും സകലത്തിനും ആധാരമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ദേശത്തോട് വിളിച്ചു പറയട്ടെ, എൻ്റെ കർത്താവായ യേശുക്രിസ്തു ആര് എന്നുള്ള കാര്യം പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ദേശത്തോട് വെളിപ്പെടുത്തിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് സൃഷ്ടാവായ ദൈവമാണത്രേ. സ്തോത്രം. അഖിലാണ്ടത്തിന് ഉടയവനും അണ്ടകടാഹത്തെ മെനഞ്ഞവനും ആകുന്നു. ആഴിയും ൂഴിയും ഉണ്ടാക്കിയവൻ, ആഴിയിലെ പൂഴിയെ കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊത്തിയവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആമേൻ. അഖിലാണ്ടത്തെ ചമച്ചവൻ നമ്മുടെ കർത്താവെങ്കിൽ, അഖിലാണ്ടത്തെ മെനഞ്ഞവൻ നമ്മുടെ കർത്താവെങ്കിൽ, നമ്മെ നിർമ്മിച്ചവൻ നമ്മുടെ കർത്താവെങ്കിൽ, നമ്മെ മെനഞ്ഞവൻ നമ്മുടെ കർത്താവെങ്കിൽ, നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയവൻ നമ്മുടെ കർത്താവെങ്കിൽ, ആ കർത്താവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നമ്മുടെ സകല സൃഷ്ടിയുടെ ഉടയവനാണത്രേ എന്ന് പറഞ്ഞാൽ ഇത് രാത്രികാലം പറഞ്ഞു വെക്കുന്നത് എൻ്റെ നിങ്ങളുടെ സൃഷ്ടിതാവാണ് അവന്. ആമേൻ. തലയ്ക്ക് മുകളിൽ പിടിച്ചിരിക്കുന്ന ആകാശവും നാം കാലൂന്നി നിൽക്കുന്ന ഭൂമിയുടെയും ഉടയവനാണ് എൻ്റെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്, അവൻ തന്റെ ഉള്ള കൈകൊണ്ട് വെള്ളത്തിൽ അളക്കുന്നവനാണത്രേ. ആമേൻ. ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവനാണത്രേ. വെള്ളിക്കോൽ കൊണ്ട് പർവ്വതങ്ങളെ അളക്കുന്നവനാണത്രേ. ഭൂമിയിലെ പൊടിയെ നാഴി കൊള്ളിക്കുന്നവനാണത്രേ. അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സ്ഥാപിച്ചവനാണത്രേ. തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചവനാത്രേ. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രന്റെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവനാണത്രേ. തുടർന്ന് പറയുന്നത് ഇങ്ങനെയാ, സമുദ്രത്തെ അലറുവാൻ തക്കവണ്ണം ഇളക്കുന്നവനാണത്രേ. സമുദ്രത്തെ ആദരിത്തവനും ആണത്രേ. തുടർന്ന് വീണ്ടും പോകുന്നത് എങ്ങനെയാ, അവൻ ആലോചന വലിയവനാണത്രേ, അവൻ പ്രവർത്തികളിൽ വലിയവനാണത്രേ. വീണ്ടും പറയുന്നു, മനുഷ്യപുത്ര മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ വഴികളിൽ ദൃഷ്ടി വെക്കുന്നവനാണത്രേ. എന്തിനെന്നറിയുമോ? നിന്റെ നടപ്പിനും നിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകേണ്ടതിന് വേണ്ടി മനുഷ്യന്റെ വഴികളിൽ ദൃഷ്ടി വെക്കുന്നവനാണത്രേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനക്കാരൻ 110-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്റെ കർത്താവ് സൃഷ്ടാവായ ദൈവമാണ്. ഒന്നെന്റെ കർത്താവ് സൃഷ്ടാവായ ദൈവമാണെങ്കിൽ രണ്ട് കർത്താവ് മൽക്കീസദക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനാ. 3 കർത്താവ് ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനാം, ഈ അഖിലാണ്ടത്തെ ചമച്ചവനാം, ഈ അഖിലാണ്ടത്തിന് ഉടയവനാ. സ്തോത്രം. അപ്പോൾ ഒന്ന്, യേശുക്രിസ്തു ആരെന്ന് ചോദിച്ചാൽ സൃഷ്ടാവായ ദൈവമാണ്. സൃഷ്ടാവായ ദൈവമെന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകം എന്താണ് അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്? ഒരു വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുകയും നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരയണം, വളഞ്ഞത് ചൊവ്വായും. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെയാ പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി ഒരുക്കുവിൻ. യെശയ്യാ പ്രവാചകൻ ദർശനത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ. ആരാണ് യഹോവ?
മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, മരുഭൂമി വിളിച്ചു പറയുന്നവന്റെ വാക്ക് ആവിധം, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഇവൻ തന്നെ. നോക്കിയാട്ടെ, യെശയ്യാ പ്രവാചകന് കിട്ടിയ വെളിപ്പാട് യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിക്കുക. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ എന്ന് വിളിച്ചു പറഞ്ഞ ആ യഹോവ ഇതാ ജോർദാന്റെ തീരത്തൂടെ നടന്നു വരുന്നു. അവൻ മനുഷ്യന്റെ പാപങ്ങളെ ചുമക്കുന്ന, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണവൻ. അപ്പൊ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ നോക്കിക്കൊണ്ട് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നത് ഇവൻ യഹോവയാണത്രേ. അപ്പോൾ നോക്കിയാട്ടെ, വിശുദ്ധ തിരുവെഴുത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ, അതായത് പിതാവായ ദൈവത്തിനുള്ള അതേ നാമത്തെ പുത്രന് കൊടുത്തുകൊണ്ട് ഉറപ്പിക്കുകയാണ് എന്റെ കർത്താവായ യേശു ക്രിസ്തു ദൈവമത്രേ. സ്തോത്രം. വീണ്ടും നാം തിരുവെഴുത്തിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുന്നു എങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 8:58. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. സ്തോത്രം. ഏതാണ്ട് കേവലം 30 വയസ്സ് മാത്രം പ്രായമുള്ള യേശു ക്രിസ്തു ശിഷ്യന്മാരോട് കൂടെ നിൽക്കുമ്പോൾ, യഹൂദ ശാസ്ത്രിമാരുടെ കൂടെ നിൽക്കുമ്പോൾ, പരീശന്മാരോട് കൂടെ നിൽക്കുമ്പോൾ ഇപ്രകാരമാ പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ. നോക്കിയാട്ടെ, ഏതാണ്ട് 30 നൂറ്റാണ്ടുകൾ 3000 വർഷങ്ങൾക്കും അപ്പുറമുള്ള അബ്രഹാമിനെ കുറിച്ച് യേശു ക്രിസ്തു പറയുന്നത് എങ്ങനെയാണ്? ഞാൻ അബ്രഹാമിന് മുൻപേ ഉള്ളവനാണത്രേ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, ഈ മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ എന്ന് പറഞ്ഞ കർത്താവ് ഇവനത്രേ. ഇവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാ. വീണ്ടും കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരമാ പ്രഖ്യാപിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ അബ്രഹാമിന് മുൻപേ ഉള്ളവനാ. വീണ്ടും നാം താഴോട്ട് കടന്നു ചെല്ലുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാ പറയുന്നത്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി സ്ത്രീയുടെ സന്തതിയായി ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പൊ നോക്കിയാട്ടെ, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി മണ്ണിലേക്ക് വന്നവൻ. അങ്ങനെയാണെങ്കിൽ തിരുവചനത്തിലൂടെ പ്രവാചകൻ യെശയ്യാവ് പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ എന്ന് പറഞ്ഞവൻ നമ്മുടെ ദൈവമാണ്. യോഹന്നാൻ സ്നാപകൻ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഈ യഹോവയാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. ഈ കുഞ്ഞാടാണ് വിളിച്ചു പറയുന്നത്, ഞാൻ അബ്രഹാമിന് മുൻപേ ഉള്ളവനാണത്രേ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രവചന രേഖകളിലൂടെ കടന്നു ചെല്ലുന്നു എങ്കിൽ അപ്പോസ്തലന്മാരായ പത്രോസ് വിളിച്ചു പറയുന്നു, അവിടുന്ന് മഹാദൈവവും രക്ഷിതാവുമാണ് എന്ന്. തോമസ് വിളിച്ചു പറയുന്നു, അവിടുന്ന് മഹാരക്ഷിതാവും ദൈവവുമാണ് എന്ന്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, അവിടുന്ന് ദൈവമാണ് എന്ന്, അവിടുന്ന് അദർശനായി ദൈവത്തിന്റെ പ്രതിമയാണ് എന്ന്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ദൈവം ദൈവമാണ് എന്നുള്ളതിന്റെ അടയാളം എന്താണ്? ദൈവം ദൈവമാണ് എന്നുള്ളതിന്റെ യോഗ്യതകൾ എന്താണ്? ദൈവം ഒരു ദൈവമായിരിക്കണം എന്ന് വരികിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ചില യോഗ്യതകൾ വേണം. ഒരുവനെ ദൈവമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ അവിടുന്ന് സർവശക്തനായിരിക്കണം. ഒരുവൻ ദൈവമായിരിക്കണമെങ്കിൽ അവൻ സർവ്വവ്യാപിയായിരിക്കണം. ഒരുവൻ ദൈവമായിരിക്കണമെങ്കിൽ അവിടുന്ന് സർവജ്ഞാനിയായിരിക്കണം. മനുഷ്യൻ പരാജയപ്പെട്ട ഇടത്തു നിന്നും മനുഷ്യനെ വിജയിപ്പിച്ച് കരം കൊടുത്ത് വിജയിപ്പിക്കുന്നവൻ ആയിരിക്കണം. മനുഷ്യൻ ആരാധിക്കുന്ന ആരാധ്യനായിരിക്കണം ഒരുവൻ ദൈവമായിരിക്കണമെങ്കിൽ. അതായത് ഹൈന്ദവ വേദ പുരാണം അനുസരിച്ച് പറയുന്നത്, ദൈവത്തിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ, പരബ്രഹ്മത്തിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും സംഹരിക്കുവാനും കഴിവുള്ളവനാണത്രേ ദൈവം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവ് ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ തെളിവുകൾ എന്താണ്? മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ പൊന്ന് മൂര് കുന്തുരുക്കം കർത്താവിന്റെ പാദപ്രതികൾ വെച്ചുകൊണ്ട് അവനെ നമസ്കരിച്ചു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുന്നത്, down and worship him എന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാര് യേശുവിനെ കണ്ട മാത്രയിൽ പൊന്നും മൂരും കുന്തുരുക്കവും സമർപ്പിച്ചുകൊണ്ട് അവനെ ആരാധിച്ചു എന്ന് വെളിപ്പെടുത്തുന്നു. പൊന്ന് എന്തിനെ വിരൽ ചൂണ്ടുന്നു? എൻ്റെ കർത്താവ് രാജാക്കന്മാരുടെ രാജാവെന്ന് വെളിപ്പെടുത്തുകയാണ്. മോര് എന്തിനെ വിരൽ ചൂണ്ടുന്നു? യേശുക്രിസ്തു എന്നേക്കും മൽക്കീസദക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനാണ് എന്നുള്ള കാര്യം വിരൽ ചൂണ്ടുന്നു. കുന്തുരുക്കം എന്തിനെ വിരൽ ചൂണ്ടുന്നു? കർത്താവ് അനുഭവിപ്പാൻ പോകുന്ന
പോകുന്ന കഷ്ടാനുഭവത്തെ വിരൽ ചൂണ്ടുന്നു. ലോകത്തിന്റെ പാപം ചുമക്കുന്ന മാനവജാതിയുടെ രക്ഷകനാണ് എന്നുള്ള കാര്യം വിരൽ ചൂണ്ടിക്കൊണ്ടാണ് കിഴക്കിൽ നിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ ആരാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് രാത്രികാലം വിളിച്ചു പറയട്ടെ, കിഴക്കിൽ നിന്ന് വന്ന ജ്ഞാനികൾ ദൈവത്തെ ആരാധിച്ചത് അവൻ രാജാക്കന്മാരുടെ രാജാവായിട്ടാണെങ്കിൽ, കിഴക്കിൽ നിന്ന് വന്ന ജ്ഞാനികൾ യേശുവിനെ ആരാധിച്ചത് അവൻ എന്നേക്കും മഹാപുരോഹിതൻ, ദൈവത്തിനും മനുഷ്യനും മധ്യേ ഏക മധ്യസ്ഥനാണ് എന്നുള്ളതിന് തെളിവാണെങ്കിൽ, കിഴക്കിൽ നിന്ന് വന്ന ജ്ഞാനികൾ യേശുവിനെ ആരാധിച്ചത് മാനവജാതിയുടെ രക്ഷകനായി ഒരുവനെ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ് എന്നുള്ളതിന് അടയാളമായിട്ടാണ് എന്ന് വരികിൽ ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്, നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്, നാം കുമ്പിടുന്ന നമ്മുടെ കർത്താവ് അവൻ രാജാതി രാജാവാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. അവൻ അത്ഭുതങ്ങളുടെ മന്ത്രി, വീരന ദൈവം, നിത്യപിതാവ്, സമാധാനങ്ങളുടെ പ്രഭുവാണത്രേ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണത്രേ. സ്തോത്രം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, ഞാൻ സർവശക്തന. എങ്ങനെയാ സർവശക്തനായി തീരുന്നത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ റോമ ഗവൺമെന്റ് അടക്കി വെച്ച കല്ലറകളെ തകർത്തുകൊണ്ട്, റോമ ഗവൺമെന്റ് മുദ്രയിട്ട കല്ലറകളെ തകർത്തുകൊണ്ട്, റോമ ഗവൺമെന്റ് കാവൽ നിർത്തിയ കാവൽക്കാരെ വിറപ്പിച്ചുകൊണ്ട് ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഉലക മഹാത്മാ അകലരും ഒരുപോലെ ഉറങ്ങുന്ന കല്ലറയിൽ നിന്ന് ഒരു ഉന്നതന്റെ കല്ലറ ഒഴുങ്ങിക്കിടപ്പുണ്ടെന്ന് വരികിൽ അത് മറ്റാരുടെയുമല്ല, അത് മറ്റാരുടെയുമല്ല, അത് മറ്റാരുടെയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്രേ. ആ യേശു ക്രിസ്തു ഇപ്രകാരമാണ് വിളിച്ചു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യെസ്, ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ് ഓൾമൈറ്റി ഗോഡ്, സർവശക്തനത്രേ. എന്റെ കർത്താവ് ദൈവമായിരിക്കുന്നതിന്റെ യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ അവിടുന്ന് സർവശക്തനാം. ഭൂമിക്കും സ്വർഗത്തിനും അധികാരമുള്ള സർവശക്തൻ. രണ്ട്, എന്റെ കർത്താവ് സർവ്വവ്യാപിയ. എങ്ങനെയാ സർവ്വവ്യാപിയായി തീരുന്നത്? കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട്, വാത്സല്യ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയുണ്ടായി, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിലുണ്ട്. കിഴക്ക് വരാമെന്നല്ല, പടിഞ്ഞാറ് വരാമെന്നല്ല, വടക്ക് വരാമെന്നല്ല, തെക്കിരിക്കാമെന്നുമല്ല പറഞ്ഞത്, മറിച്ച് എന്റെ നാമത്തിൽ നീ ഒരുമിച്ച് കൂടുന്നോ നടുവിൽ വരുന്നവനായ എന്റെ കർത്താവ്. സ്തോത്രം. നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രൻ 7 നിലവിളക്കൂടെ നടുവിൽ കൂടി സഞ്ചരിക്കുന്നവനാ ആ യേശു ക്രിസ്തു ഇന്ന് രാത്രികാലം പറയുന്നത്, ഞാൻ സർവ്വവ്യാപിയ. സ്തോത്രം. അങ്ങ് സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങുവാൻ കഴിയാത്തൊരു ദൈവമല്ലോ. അവിടുന്ന് ആകാശവും ഭൂമിയും നിറങ്ങി നിൽക്കുന്നവരത്രേ. അതെ, എന്റെ കർത്താവ് സർവ്വവ്യാപിയ. 3, എന്റെ കർത്താവ് സർവജ്ഞാനിയാണ്. എങ്ങനെയാ സർവജ്ഞാനിയായി തീരുന്നത്? മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ, ഒരു മനുഷ്യന്റെ പാപത്തെ മോചിപ്പിച്ചു കൊടുത്തപ്പോൾ കൂടി നിന്ന ശാസ്ത്രിമാര്, പുരോഹിതന്മാര് ഇപ്രകാരം പറയുണ്ടായി, പാപങ്ങൾ മോചിപ്പാൻ ഒരുവനല്ലോ, ദൈവം ഒരുവനല്ലോ, അവന് മാത്രമേ ഉള്ളൂ അധികാരം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങളെ ആരാഞ്ഞവനാണ് എന്റെ കർത്താവ്. അതായത് മനുഷ്യൻ മുഖം നോക്കുമ്പോൾ, മനുഷ്യൻ മുഖം നോക്കുമ്പോൾ, മനുഷ്യൻ അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്കുമ്പോൾ, മനുഷ്യൻ അവൻ സഞ്ചരിക്കുന്ന വാഹനം നോക്കുമ്പോൾ, മനുഷ്യൻ അവന്റെ ചുറ്റുപാടുകൾ നോക്കിക്കൊണ്ട് തൂക്കി നോക്കുമ്പോൾ സ്വർഗം അവന്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവനാ എന്റെ കർത്താവ് സർവജ്ഞാനിയ. നോക്കിക്കൊള്ളണം. കർത്താവിന് കൊടുക്കേണ്ടെന്ന കാലം സമുദ്രത്തിൽ, ഗലീല കടലിന്റെ ആഴങ്ങളിൽ 1000 ലക്ഷോപലക്ഷം മത്സ്യങ്ങളുള്ള ഗലീല കടലിന്റെ ഒരു മത്സ്യത്തിന്റെ വായിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മത്സ്യത്തെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ജ്ഞാനമുള്ള കണ്ണാണ് എന്റെ കർത്താവെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, നാം ആരാധിക്കുന്നവൻ, നാം സേവിക്കുന്നവൻ അവിടുന്ന് സർവജ്ഞാനിയാണത്രേ. സ്തോത്രം. അപ്പോൾ എന്റെ കർത്താവ് സർവശക്തന, സർവജ്ഞാനിയ, സർവവ്യാപിയ. അവൻ നമ്മുടെ സൃഷ്ടാവാം ദൈവമാണ്. അപ്പോൾ ഒന്ന്, യേശു ക്രിസ്തു ആരെന്ന് ചോദിച്ചാൽ തിരുവെഴുത്തിന്റെ താളുകളിലൂടെ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, അവൻ സൃഷ്ടിതാവായ ദൈവമാണത്രേ. 2, എന്റെ യേശു ക്രിസ്തു ആരാണ്? വളരെ വേഗത്തിൽ കടന്നു പോകുകയാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരം എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. മതി. 2, എന്റെ കർത്താവ് അധികാരമുള്ളവനാ, പാപങ്ങൾ മോചിപ്പാൻ അധികാരം ഉള്ളവൻ. 4 ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ചുമന്ന് കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്, ചുമന്ന് കൊണ്ടുവന്നവർ കിടക്കുന്നവനോടുള്ള സ്നേഹം കണ്ടിട്ട്
കർത്താവ് കിടക്കെ കിടക്കുന്നവനോട് ഇപ്രകാരം പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്ക, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. സ്തോത്രം. എന്റെ കർത്താവ് അധികാരമുള്ളവനാണ് എന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് പാപം? കൽപ്പന ലംഘനമാണ് പാപം. തിരുവഴുത്തിന്റെ താളുകളെടുത്ത് പരിശോധിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു ആത്മീയ ദൂത് പറയട്ടെ. ആ കിടക്കെ കിടന്ന മനുഷ്യന്റെ കഷ്ടതയുടെ പിന്നിലെ കാരണം, ആ മനുഷ്യന്റെ രോഗത്തിന് പിന്നിലെ കാരണം, ആ മനുഷ്യന്റെ കണ്ണുനീരിന്റെ പിന്നിലെ കാരണം, ആ മനുഷ്യന്റെ ഹൃദയ വേദനയുടെ പിന്നിലെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അവന്റെ പാപമാ. അങ്ങനെയാണെങ്കിൽ കഷ്ടതയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കാരണമെങ്കിൽ, രോഗമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ ഇതിനെ പിന്നി ചലിപ്പിക്കുന്ന ഒരു കരമുണ്ട്, പാപത്തിന്റെ കരം. എന്നാൽ പാപത്തിന് പിന്നി ചലിപ്പിക്കുന്ന ഒരു കരമുണ്ട്, ഈ ലോകത്തിൽ വാഴുന്ന അന്ധകാര ശക്തിയുടെ കരം. ഈ അന്ധകാര ശക്തിയുടെ കരത്തെ വെട്ടുവാൻ തക്കവണ്ണം അധികാരമുള്ളവൻ ഒരുവനേ ഉള്ളൂ, അതിന്റെ കർത്താവായ യേശു ക്രിസ്തുവ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു കാര്യം കൂടെ പറയട്ടെ. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ കഷ്ടതയുടെ പിന്നിൽ ഒരു കാരണക്കാരനുണ്ട്. നിന്റെ ജീവിതത്തിലെ രോഗത്തിന് പിന്നിൽ ഒരു കാരണക്കാരനുണ്ട്. നിന്റെ ജീവിതത്തിലെ തിന്മയുടെ പിന്നിൽ ഒരു കാരണക്കാരനുണ്ട്. നിന്റെ ജീവിതത്തിന്റെ കയ്പിന്റെ പിന്നിൽ ഒരു കാരണക്കാരനുണ്ട്. നിന്റെ ജീവിതത്തിന്റെ വേദനയുടെ പിന്നിൽ ഒരു കാരണക്കാരനുണ്ട്. ആ കാരണക്കാരൻ പാപമാണ്. ആ പാപത്തിലൂടെ ഇവൻ പിശാചാണ്. ആ പിശാചിന്റെ തലയെ തകർക്കുവാൻ അധികാരമുള്ള ഒരുവനേ ഉള്ളൂ, അതിന്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും. ഭൂമിയുടെ അധോഭാഗങ്ങൾ സ്വർലോകങ്ങളും ഒരുമിച്ച് ഒരുപോലെ പാടുവാൻ കഴിയുന്ന അധികാരമുള്ള ഒരു നാമമുണ്ടെങ്കിൽ അതിന്റെ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അപ്പൊ അധികാരമുള്ളവനാണ് എന്റെ കർത്താവ്. ഒരു ഭാഗം കൂടെ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇവിടെ. യോഹന്നാൻ 5:8. യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. അതിന് 10-ാമത്തെ വാക്യം കൂടെ. എന്നാൽ അന്ന് ശബദമായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബദമാകുന്നു, കിടക്ക എടുക്കുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്ക എടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. 14-ാമത്തെ വാക്യം കൂടെ. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ 3 കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. എന്റെ കർത്താവ് സൃഷ്ടിയുടെ ഉടയവനാണെന്ന് ഉറപ്പിക്കുന്നതാണ് ശബത്തിൽ. ആ രോഗിയായ മനുഷ്യനോട് പറയുന്നത് എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാൻ. നോക്കിയാട്ടെ, തിരുവചനം എടുത്ത് പരിശോധിക്കുമ്പോൾ ശബത്ത് സൃഷ്ടിയുടെ അടയാളമാണെങ്കിൽ, ഈ ലോകത്തിലൊരു സൃഷ്ടിതാവ് ഉണ്ട് എന്നുള്ളതിന് അടയാളമാണെങ്കിൽ, ദൈവം മനുഷ്യവർഗത്തിന് വിശ്രമിപ്പാനായിട്ട് ദൈവം ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ, അത് ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് എങ്കിൽ, ശബത്തിന്റെ ഉടയവൻ, ശബത്തിന്റെ കർത്താവ് ബെഥെസ്ദ കുളക്കടവിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ പാപിയായ മനുഷ്യൻ ഏതാണ്ട് 38 വർഷം രോഗത്തിന്റെ ബന്ധനത്തിൽ കിടക്കുകയാണ്. ആരും അവനെ സഹായിക്കുവാനില്ല. അവിടെ ഒരു ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്, അതോടൊപ്പം വളരെ വിഷമിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഈ 38 വർഷം രോഗശൈലി കിടന്ന ഒരുവന്റെ അടുക്കലേക്ക് യേശു വന്നപ്പോൾ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാ, എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. നോക്കണം, സൃഷ്ടിയുടെ ഉടയവൻ, അധികാരമുള്ളവൻ, സഹായിക്കാൻ പലരുമുണ്ടെങ്കിലും അവരൊക്കെ എഴുന്നേറ്റ് കടന്നു പോയപ്പോഴും സഹായിക്കാൻ ആരുമില്ലാത്തവനെ തേടി ബെഥെസ്ദ കുളക്കടവിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവന്റെ അവസ്ഥയെ മനസ്സിലാക്കി, അവന്റെ ഹൃദയത്തിന്റെ വേദനയെ മനസ്സിലാക്കി, അവന്റെ കണ്ണുനീര് ഒപ്പിക്കൊണ്ട് ശബത്തിന്റെ കർത്താവായവൻ വിളിച്ചു പറയാം, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്ക. അങ്ങനെ നടന്നവൻ പിന്നെ കാണുന്നത് ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായവൻ ഈ സൃഷ്ടിയുടെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് സൃഷ്ടിതാവ് വിളിച്ചു പറയാ, ഇനി നിനക്ക് അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് ഇനി പാപം ചെയ്യരുത്. സ്തോത്രം. ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവ് ശബത്തിന്റെ ഉടയവനാണ്. 2, ആരും സഹായിക്കാനില്ലാത്തവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരാൻ തക്കവണ്ണം അധികാരമുള്ള, സ്നേഹമുള്ള ഒരുവനാണ്. കാരണം വർഷത്തിലൊരിക്കൽ ദൂതൻ ഇറങ്ങി വരും. ദൂതൻ വന്ന് കുളം കലക്കും. കഴിവുള്ളവന്, സാമർത്ഥ്യക്കാരന്, കൂട്ടുള്ളവന്, കൈബലമുള്ളവന് ചാടി രക്ഷപ്പെടും, അല്ലെങ്കിൽ ചാടി രക്ഷപ്പെടുത്തും.
എന്നാൽ സ്വർഗം വർഷത്തിലൊരിക്കൽ അയക്കുന്ന ദൂതനേക്കാളും വലിയവൻ സ്വർഗീയ അധികാരത്തെയും വഹിച്ചുകൊണ്ട് ആ ബെഥെസ്ദ കുളക്കടവിലേക്ക് എത്തി. 3 പ്രഖ്യാപിക്കുന്നത്, നിന്റെ പാപം എത്ര വലിയതായിരുന്നാലും ശരി, നിന്റെ പാപം എത്ര വർഷം നിന്നെ കട്ടിലിൽ പിടിച്ച് കെട്ടിയിട്ടാലും ശരി, ആ കെട്ട് അഴിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുവാൻ അധികാരമുള്ളവനാ എൻ്റെ കർത്താവ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, ഒറ്റ നാമമേ ഉള്ളൂ. ആ നാമം അധികാരമുള്ള നാമമാ, അത് യേശു ക്രിസ്തുവിന്റെ നാമമാ. സ്തോത്രം. അപ്പോൾ അധികാരമുള്ള ഒരു നാമമാണ് യേശു ക്രിസ്തു. നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ അധികാരമുള്ളവൻ യേശുവാണ്. അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം വന്നുകൂടിയ ജനത്തോട്, ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ വന്നുകൂടിയ ജനത്തോട് പറഞ്ഞത്, ആമേൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. എന്തിനാ വരുന്നത്? നിന്റെ മുഖം നീക്കുവാൻ, നിന്റെ മുഖം ഒടിക്കുവാൻ, നിന്റെ ഭാരം നീക്കുവാൻ, നിന്റെ വിഷമങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, എന്നിലൂടെ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. ആ യേശു ക്രിസ്തു രാത്രികാലം പ്രഖ്യാപിക്കുന്നു, നിരണം പ്രദേശത്തോട് പ്രഖ്യാപിക്കുന്നു, ആകാശത്തിനും ഭൂമിക്കും മധ്യേ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാകുവാൻ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ എൻ്റെ പാപങ്ങൾക്ക് അറുതി വരുത്തുവാൻ അധികാരമുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അതെൻ്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. അപ്പോൾ 1, എൻ്റെ കർത്താവ് സൃഷ്ടിതാവായ ദൈവമാ, അതുകൊണ്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. 2, എൻ്റെ കർത്താവ് അധികാരമുള്ളവനാ, എൻ്റെ ജീവിതത്തിലെ സകല ബന്ധനങ്ങളെയും അഴിക്കുവാൻ, സകല കെട്ടുകളെ പൊട്ടിക്കുവാൻ, പാപം പിടിച്ചു കെട്ടിയിരിക്കുന്ന എത്ര കഷ്ടതകളുടെ കയറുകളെ തകർക്കുവാൻ അധികാരമുള്ളവനാണ് എൻ്റെ കർത്താവ്. 3, എൻ്റെ കർത്താവ് വീണ്ടെടുപ്പുകാരനാണ്. എബ്രായർക്ക് ലേഖനം 9:28 അവിടെ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കാൻ, അങ്ങനെ തന്നെ ക്രിസ്തു അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ രണ്ടാമതും മടങ്ങി വരുന്ന വീണ്ടെടുപ്പുകാരനാണ് അവൻ. എൻ്റെ കർത്താവ് ആരാണ്? വീണ്ടെടുപ്പുകാരനാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് തൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളനാദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. എൻ്റെ കർത്താവ് വീണ്ടെടുപ്പുകാരനാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ. രൂത്തിന്റെ വീണ്ടെടുപ്പുകാരൻ ബോവസായതുപോലെ ഞാനാകുന്ന സഭയുടെ, ഞാനാകുന്ന മണവാട്ടിയുടെ, ഞാനാകുന്ന കന്യകയുടെ വീണ്ടെടുപ്പുകാരൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാ. ആ യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ് എങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവളെ ചേർക്കുവാൻ മടങ്ങി വരുമെന്നുള്ള ഒരു ഉറപ്പ് തിരുവഴുത്തി കൂടി നൽകുന്നു. കറയും വാട്ടവും മാലിന്യവും ഇല്ലാത്ത ആമേൻ നിർമ്മല മണവാട്ടിയെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് മടങ്ങി വരും. മടങ്ങി വരുന്ന തൻ്റെ കാന്തയെ ചേർക്കുവാനാണെങ്കിൽ, മടങ്ങി വരുന്ന മണവാട്ടിയെ ചേർക്കുവാനാണെങ്കിൽ, മടങ്ങി വരുന്ന ദൈവത്തിന്റെ സഭയെ ചേർക്കുവാനാണെങ്കിൽ ആ സഭയ്ക്ക് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കും. എന്താണ് യോഗ്യത? വെളിപ്പാടുകാരനായ യോഹന്നാൻ വെളിപ്പാടിന്റെ പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ദൈവത്തിന്റെ സഭ എങ്ങനെയുള്ളതായിരിക്കും? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന നിർമ്മല മണവാട്ടിയായിരിക്കും. ആ മണവാട്ടി എങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത്? പറഞ്ഞല്ലോ അപ്പോസ്തലനായ പൗലോസ്, കർത്താവ് മടങ്ങി വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്. എങ്ങനെയുള്ള വിശുദ്ധന്മാരെ ചേർക്കുന്നത്? ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെ, ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വെളിപ്പാടുകാരനായ യോഹന്നാൻ 14:13 ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാൻ. കർത്താവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവിൽ ജീവിക്കുക എന്നുള്ളതല്ലയോ? കർത്താവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ ജനിക്കുക എന്നുള്ളതല്ലയോ? അങ്ങനെയാണെങ്കിൽ കർത്താവിൽ ജനിക്കുന്നത് എങ്ങനെയാ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിക്കോദോമസിനോട് കർത്താവ് പറയുന്നത് എങ്ങനെയാ?
വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. സഹോദര സഹോദരി, ദൈവരാജ്യത്തിനുടയവൻ, സ്വർഗരാജ്യത്തിനുടയവൻ ഇന്ന് രാത്രികാലം പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാ? കർത്താവ് വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കുവാനാണെങ്കിൽ, എന്റെ കർത്താവ് വരുന്നത് സഭയാകുന്ന മണവാട്ടിയെ ചേർക്കുവാനാണെങ്കിൽ, സഭയാകുന്ന മണവാട്ടിയിലെ സഭയാകുന്ന കാന്തയുടെ കന്യകമാരായ ദൈവത്തിന്റെ ജനം അവൻ ദൈവകൽപ്പന പ്രമാണിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജനിക്കുന്നവരായിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എങ്ങനെയാ ക്രിസ്തുവിൽ ജനിക്കുക? റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു എന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എങ്കിൽ നമ്മെ പാപത്തോട് ക്രിസ്തു മരിച്ചടക്കപ്പെട്ടതുപോലെ നാം അവനോട് അടക്കപ്പെടേണ്ടതിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടി സ്നാനമാകുന്ന ക്രിസ്തുവിന്റെ ജനന മരണ അടക്ക ശുശ്രൂഷയുടെ ഭാഗമായി തീരണമെന്ന് ഇന്ന് രാത്രികാലം നമ്മെ ഓർമ്മപ്പെടുത്തുക. അതായത് സ്നാനപ്പെടണം, ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. സ്നാനപ്പെടുന്ന ഒരു ദൈവ പൈതൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കും. സ്നാനപ്പെടുന്ന ദൈവ പൈതലിന് എന്തോ കിട്ടും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന് 17-21 വാക്യത്തിലേക്ക്, സഹോദരന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തൻ താന്റെ പാപങ്ങളുടെ മോചനത്തിനായി ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിനക്ക് ലഭിക്കും. എന്താ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത? അവിടുന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം നൽകുന്നതാ. അങ്ങനെയാണെങ്കിൽ ഒരുവൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ, സ്നാനത്തിലൂടെ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുമ്പോൾ, സ്നാനത്തിലൂടെ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളിയായി തീരുമ്പോൾ, സ്വർഗം നിനക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കും. സ്വർഗം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിലൂടെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ടുള്ള ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ദൈവത്തിന്റെ കൽപ്പന ഹൃദയത്തിന്റെ മാംസത്തിന്റെ പലകയിലേക്ക് എഴുതപ്പെടും. അടിവരയിട്ടൊന്നും കൂടെ പറയാം, കല്ലിൽ കൊത്തിയ കൽപ്പനകൾ ഹൃദയത്തിന്റെ മാംസത്തിന്റെ പലകയിലേക്ക് പരിശുദ്ധാത്മാവ് എഴുതി കുറിക്കുന്നതോടുകൂടിയാണ് 10 കൽപ്പന ജീവിതത്തിന്റെ പ്രമാണമാക്കി ഏറ്റെടുക്കപ്പെടുന്നത്. ഈ 10 കൽപ്പന ജീവിതത്തിന്റെ പ്രമാണമാക്കി ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നവനുമായി യേശു ക്രിസ്തുവിനെ നോക്കി നിന്റെ യാത്ര തുടരുന്നു എങ്കിൽ ക്രിസ്തുവിൽ മരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അപ്പൊ നോക്കിയാട്ടെ, എന്റെ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജനിക്കുക എന്നാം. ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജീവിക്കുക എന്നാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാല ദേശമേ നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ സ്വന്തം രക്ഷിതാവായി സ്നാനത്തിലൂടെ സ്വീകരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ 10 കൽപ്പന അനുസരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നുവെങ്കിൽ നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. അവിടുന്ന് ആകാശ മേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട് മഹത്വത്തോടെ, മഹാശക്തിയോടെ, 1000 10,000 വീഴ്ദൂത അകമ്പടിയോടെ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മടങ്ങി വരുമെന്നുള്ള വലിയൊരു ഉറപ്പ് ഈ തിരുവചനം ഇന്ന് രാത്രികാലം നമുക്ക് നൽകുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം 3 കാര്യങ്ങൾ പ്രഖ്യാപിക്കട്ടെ. യേശു ക്രിസ്തു ആരെന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെ സൃഷ്ടിതാവാം, എന്റെയും നിങ്ങളുടെ ആരാധനയ്ക്ക് യോഗ്യനാം. അതുകൊണ്ട് ദാവീദുകാരൻ, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് 95:6, വരുവിൻ നാം മടങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക, ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ നമ്മെ വിളിക്കുന്നു സൃഷ്ടിതാവായ കർത്താവ്. 2, എന്റെ കർത്താവ് അധികാരം ഉള്ളവനാം, എന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുള്ളവനാം. 3, എന്റെ കർത്താവ് എന്റെ വീണ്ടെടുപ്പുകാരനാം, വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പുകാരനാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു. കഴിഞ്ഞകാല ജീവിതത്തിലെ അകൃത്യങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു. കഴിഞ്ഞകാല ജീവിതത്തിലെ പോരായ്മകളെ ഞാനിവിടെ ഒന്നൊന്നായിട്ട് ഏറ്റുപറയുന്നു. ഇന്ന് രാത്രികാലം വചനം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടതിനാൽ, വചനം എൻ്റെ ജീവിതത്തോട് സംസാരിച്ചതിനാൽ, അവിടുന്ന് സൃഷ്ടിതാവാണ് എന്നും അവിടുന്ന് അധികാരമുള്ളവനാണ് എന്നും അവിടുന്ന് തന്റെ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പുകാരനാണ് എന്ന് ഇന്ന് രാത്രികാല വചനത്തിലൂടെ എന്നെ കേൾപ്പിച്ചതിനാൽ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്നും ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെന്ന് വരികിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം ഗായക സംഘം നമുക്ക് ഗായക സംഘത്തോടൊപ്പം ചേർന്ന് നമ്മുടെ കൈവശം ലഭിച്ചിരിക്കുന്ന ചെറിയ പാഠപുസ്തകത്തിലെ 24-ാമത്തെ മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും എന്ന ഗാനം നമുക്ക് ഗായക സംഘത്തോടൊപ്പം ചേർന്ന് പാടാം. അതിനുശേഷം പാസ്റ്റർ നിഷാജ മുന്നോട്ട് വന്ന പ്രാർത്ഥനയിൽ നമ്മളെ നയിക്കും. പാസ്റ്റർ വി കെ ജോൺ മുന്നോട്ട് വന്ന് ആശീർവാദം പറയുന്നതായിരിക്കും.
വരും കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്വസിപ്പാൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്വസിപ്പാൻ യേശുവേ വനമികേ വന്നിടണേ യേശുവേ വനമികേ വന്നിടണേ വനമികേ സ്വർഗീയ ദൂതന്മാ വന്നിടുമ്പോ വനമികേ സ്വർഗീയ ദൂതന്മാ വന്നിടുമ്പോ എനിക്ക് യൂരി വെച്ചതാ അപ്പുകം മുത്തുവാ എനിക്ക് യൂരി വെച്ചതാ അപ്പുകം മുത്തുവാ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ കേട്ടുവല്ലോ. യേശു ആർ എന്നത് ഇന്ന് നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ യേശുവിനെ നിങ്ങൾ രക്ഷിതമായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ ആ രക്ഷിതന് അവന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമർപ്പണത്തോടെ എഴുന്നേറ്റ് നിൽക്കുവാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നത്. അങ്ങനെ ആ സമർപ്പണത്തോടെ നമുക്ക് നമ്മളെ തന്നെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്കിപ്പോൾ പാസ്റ്റർ നിഷാജ് നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. നമ്മുടെ ഹൃദയത്തെ ആ പ്രാർത്ഥനയ്ക്കായി പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ സമർപ്പണത്തോടെ പ്രാർത്ഥനയിലായിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ നിഷാജ് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗപിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. കർത്താവെ, വീണ്ടും അടിയങ്ങൾക്കൊരു നൽകപ്പെട്ടിരിക്കുന്നതായ ഈ ദിവസത്തിൽ ദൈവനാമത്തിൽ ഒന്ന് ചേർന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം അടിയങ്ങളെ അനുഗ്രഹിച്ച ഈ വലിയ കൃപയെ ഓർത്ത് അടിയങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ ദേശത്തോട് ശക്തമായൊരു ദൂത് അറിയിക്കുവാൻ തക്കോണം കർത്താവായ ദൈവം
ഇന്ന് ഒരുക്കിയതായ പ്രിയദാസനെ അങ്ങ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, മകന്റെ ദൂതിലൂടെ അനേകം പേരിലേക്ക് ഈ ദൂത് എത്തുവാനും കർത്താവായ യേശു ക്രിസ്തുവിനെ എപ്രകാരമാണ് ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുറുകെ പിടിക്കുവാൻ തൊക്കണം വലിയവനായ ദൈവം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ പാപികളാണ് എങ്കിലും വലിയവനായ ദൈവം അടിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ മരണപ്പെട്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തിരുരക്തത്തിന്റെ മഹിത്വത്തെ ഓർത്തുകൊണ്ട് അടിയങ്ങൾ ജീവിക്കുവാൻ തൊക്കണം വലിയവനായ ദൈവം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും ഒക്കെയും സൗഖ്യം പ്രാപിച്ചു. അതുപോലെ കർത്താവെ, അടിയങ്ങൾ രോഗികളായിരിക്കുന്നുവെങ്കിൽ പാപത്തിൻ്റെതായ ആ പങ്കിലമായ രോഗങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ അവയൊക്കെയും അടിയങ്ങളുടെ ദേഹത്ത് നിന്ന് ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ തൊക്കണം വലിയവനായ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിരണം ദേശത്ത് 2-ാം ദിവസവും ശക്തമായ ദൂതുകൾ സംസാരിപ്പാൻ തൊക്കണം വലിയവനായ ദൈവം സഹായിച്ചു. ദൈവമേ, ഇന്ന് കേട്ടിരിക്കുന്നതായ ഓരോ ഹൃദയത്തെയും വലിയവനായ ദൈവം ഇന്ന് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തുറന്നുകൊണ്ട് കർത്താവായ ദൈവം അവരുടെ ഹൃദയത്തിലെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വലിയവനായ ദൈവത്തിന്റെ ആ നന്മയെ അനുഭവിപ്പാൻ തക്കണം ഓരോ ദൈവജനത്തെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഇനിയും നടക്കുവാൻ പോകുന്നതായ അടുത്ത ദിവസത്തെ സുവിശേഷ പ്രസംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയവനായ ദൈവത്തിന്റെ ദൂതന്മാരിൽ കർത്താവായ ദൈവത്തിന്റെ ഈ മഹത്വത്തെ മറ്റുള്ളവരോട് വർണ്ണിപ്പാൻ തക്കണം അങ്ങയുടെ ദേവദാസന്മാർ കടന്നു വരുമ്പോൾ ദൈവമേ, എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവജനം കേൾക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ തക്കണം വലിയവനായ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പന്തലിന്റെ കീഴിലിരിക്കുന്നതായ ഓരോ ദൈവജനത്തെയും ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ഇന്ന് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി കിടക്കയിലേക്ക് പോകുവാനും വലിയവനായ ദൈവത്തിന്റെ ആ നൽകുന്നതായ ആ പൂർണ്ണമായ സുപ്രഭാതത്തിൽ വീണ്ടും ഉണരുവാൻ തക്കോണം അടിയങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അടിയങ്ങളെല്ലാം താഴ്ത്തി പരമേൽപ്പിക്കുന്നു. ശോശ കുറവെങ്കിലും കൂടുതൽ നന്മകളാൽ നിറയ്ക്കണം. എല്ലാം അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു നാമത്തിനെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. നമ്മുടെ പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ പിതാവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹകരണവും സുവാസവും നല്ല ദൈവം ഞങ്ങൾ ഏറ്റു പ്രാർത്ഥന എല്ലാ വിഷയങ്ങളും ചെയ്തു. പ്രത്യേകിച്ച് ഞങ്ങൾ ശ്രമിച്ച വിഷയത്തോടും കൂടി ഇവിടെ ആയിരിക്കും നല്ല മക്കളോടും അടിയങ്ങളുടെ തിരിച്ചുള്ള യാത്രയോടും കൂടെ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.